ടീച്ചർ വന്നെന്ന് തോന്നുന്നു കേട്ടോ. മ്യൂട്ട് ചെയ്യും. Hello, good morning. Good morning, ma'am. 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 Very good morning. വിഷയമാണോ? ഭഗത്തെ I think your doubts are not yet cleared completely. ഞാനിവിടെ കുറച്ചു നേരമായി ഇരിക്കുന്നു. ഇനിയും ഒത്തിരി സംശയങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതലും സംശയം ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തില് റിഷാന പ്ലീസ് മ്യൂട്ട്. റിഷാന മ്യൂട്ട് ചെയ്യാമോ? റിഷാന, ഓക്കെ. ഞാൻ കേട്ടത് കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ പേരൊക്കെ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എന്തൊക്കെയോ പറഞ്ഞ കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാതെ കയറിയവരാണ് എന്നാണ്. അതായത് നമ്മള് ഇൻട്രൊഡക്ഷൻ ക്ലാസ് വാച്ച് ചെയ്തപ്പോ നിങ്ങൾ അത് കൃത്യമായിട്ടാണോ വാച്ച് ചെയ്തതെന്ന് എനിക്കറിയില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഡൗട്ട്സ് ആണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കുറെ പേരൊക്കെ. അതായത് ഇപ്പൊ ഈ ടീച്ചർ ലീവ് ചെയ്ത് കഴിഞ്ഞപ്പോ അടുത്ത ക്ലാസ്സിലേക്ക് ഞാനിവിടെ വന്നിരുന്നപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു നിങ്ങൾ പറയുന്നതൊക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് വീണ്ടും അത്തരം ഡൗട്ട്സ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ നിങ്ങൾ ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണുക എന്നുള്ളത് നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ ഉള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ വന്നിരുന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടത്തോടെ എന്തെങ്കിലും ഇങ്ങനെ ഇപ്പൊ നമ്മളൊരു ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് പോലെയല്ല. ഇപ്പൊ 1-2 പേര് ഒരുമിച്ച് ഇത് ഓപ്പൺ ആക്കി സംസാരിക്കുമ്പോ ആർക്കും ഒന്നും മനസ്സിലാവില്ല. ഡൗട്ട്സ് വിൽ നോട്ട് ബി ക്ലിയർ. നിങ്ങൾ എന്താണോ ഡൗട്ട് ചോദിക്കുന്നത് അത് ചോദ്യകർത്താവിനും മനസ്സിലാവില്ല. ഉത്തരം പറയേണ്ട ആൾക്ക് ആരാ ഉത്തരം പറയേണ്ടത് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് നിങ്ങളോട് ഈ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് കേൾക്കുക. എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഇപ്പോഴും ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണോ പരീക്ഷയുടെ ചോദ്യം, വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ നമ്മളത് വീണ്ടും നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ പാനിക് ആകുന്ന രീതിയിലേ നമ്മൾ തന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് കുറെയൊക്കെ ക്രിയേറ്റഡ് ആയിട്ടുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ സൊല്യൂഷൻ അവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഞാൻ പറഞ്ഞു അവിടെ എന്തെങ്കിലും ക്ലിയർ ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഞാൻ എന്റെ ഈ മുഖം കാണുമ്പോൾ നിങ്ങളൊന്ന് എന്നോട് പറയാനാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഞാനത് പറഞ്ഞതാണ്. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ അവിടെയും പറഞ്ഞു ഞാൻ ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചു, പരസ്പരം ചോദിച്ചു. ഇനി അത് ക്ലിയർ ചെയ്യാതെ പോകണ്ട. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോടായിട്ട് എന്താ പറയാ, നിങ്ങളൊന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് ഒന്നുകിലും ഒന്ന് ടൈപ്പ് ചെയ്തോ ഒന്ന്, അല്ലെങ്കിൽ അറ്റ് എ ടൈം ഒരാൾ സ്പീക്ക് ചെയ്യുക, ഒരാൾ സംസാരിച്ച് ഇന്ന കാര്യത്തെ കുറിച്ച് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് പറയുമ്പോൾ അതിന് ഒരാളൊന്ന് മറുപടി പറയാം. കുറെ പേര് ഒരുമിച്ച് മറുപടി പറയുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ അതിൽ ആരെങ്കിലും ഒന്ന് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കി കൊടുക്കട്ടെ.
ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ, ശരി, ആരെങ്കിലും ആവട്ടെ, അശ്വതി മിസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആരെങ്കിലും നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ തന്നല്ലോ. അപ്പൊ ആ ഇൻട്രൊഡക്ഷൻ തന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാകും. ഇതിനെ കുറിച്ച്, നോട്ടുകളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന എക്സാമിന്റെ മോഡൽ എങ്ങനെയാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ കൃത്യമായിട്ടൊന്ന് റെക്കോർഡ് കൂടി നിങ്ങളൊന്ന് വാച്ച് ചെയ്യാം. കാണാത്തവര്, ആ ഒരു സെഷൻ പങ്കെടുക്കാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നവര് നിങ്ങളൊന്ന് പോയിട്ട് ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒന്ന് വാച്ച് ചെയ്യാം. അത് 1 അവറിന്റെ ക്ലാസ് ആയിരുന്നു, അതെങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കേൾക്ക്. അപ്പൊ യുവർ ഡൗട്ട്സ്, നിങ്ങൾക്ക് ഉണ്ടാകുന്ന അതേ ഡൗട്ട്സ് ചിലപ്പോൾ ചിലവർ അവിടെ ചോദിച്ചിട്ടുണ്ടായിരിക്കും, അതിന് ഒരു റിപ്ലൈ ടീച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അതൊന്നും കൂടി ഒന്ന് കേൾക്കുക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പാണ് നമ്മുടെ എക്സാം, അതിന്റെ മോഡലാണ് നിങ്ങൾക്ക് കിട്ടുന്ന മോക്ക് ടെസ്റ്റുകൾ. ഓക്കെ, മോക്ക് ടെസ്റ്റ് ആ ഫോർമാറ്റിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ തപ്പി നോക്കി അത് ആ രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് നോക്കുക. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോന്നും ക്ലിയർ ചെയ്യുക, ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ. എന്നിട്ട് നിങ്ങൾ ഇതാക്കുക. പിന്നെ ഇപ്പൊ തൊട്ട് മുന്നില് മിസ് എടുത്ത ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ ദ ക്ലാസ് നമ്മളുടെ എടുക്കുന്ന ടോപ്പിക്, ആ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മിസ് ആ ക്ലാസ്സിന്റെ ഇൻ ബിറ്റ്വീനിലോ അത് അവരുടെ ഒരു ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറയാം, എന്റെ പേരൊക്കെ പറയാം. അപ്പൊ അവർ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ സ്റ്റൈലാണ്, വേ ഓഫ് ടീച്ചിങ്. എല്ലാവരും ഒരുപോലെ ആവണമെന്ന് നിർബന്ധമില്ല, ഓരോ സ്റ്റൈലിലാണ് ഓരോരുത്തരും. അവർ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. ഒരാൾ ചിലപ്പോ ഒരു രീതിയിൽ എടുക്കും, ആ ആളുടെ രീതി ആയിരിക്കില്ല മറ്റൊരാള്, അല്ലെ? അപ്പൊ ഡിഫറെന്റ് വേ ഓഫ് ടീച്ചിങ് ആണ് ഓരോരുത്തർക്കും ഉള്ളത്. അപ്പൊ അവര് പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങൾ വെദർ യു ക്യാൻ ഫോളോ ഓർ നോട്ട്, നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇൻ കേസ് ഇഫ് എനി ടീച്ചർ, ഏതെങ്കിലും ഒരു ടീച്ചർ അവരുടെ പ്രസന്റേഷനിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഏത് എന്താ പറയാ ഭാഗം എടുക്കുന്ന ആള് പറയുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ അത് വളരെ സീക്രട്ട് ആയിട്ട് അത് നമ്മുടെ മാനേജ്മെന്റിനെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളത് നമ്മളോട് ഷെയർ ചെയ്യണം. നമ്മൾ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് വെറുതെ നമ്മൾ ഇങ്ങനെ പാനിക്കായിട്ട് കാര്യമില്ല. ഓക്കെ, ഏതെങ്കിലും ഒട്ടും മനസ്സിലാകുന്നില്ല, ചിലര് എന്താ പറയാ അവരുടെ രീതി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തതോ എന്തൊക്കെയൊക്കെ ആയിരിക്കും കാരണം. അത് ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യാം, ആ രീതിയിൽ നമ്മൾ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്നോട് പറയാ, എന്നെ ഒന്ന് അറിയിക്കുക. അപ്പൊ നിങ്ങൾ പറയുന്ന രീതിയിൽ നമ്മളത് അവിടെ അറിയിക്കുകയും അതിനുള്ള ഒരു സൊല്യൂഷൻ, ബെറ്റർ സൊല്യൂഷൻ ഞങ്ങൾ അതിനെ കണ്ടെത്തുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ വൃത്തിയായിട്ട് നിങ്ങളിലേക്ക് പകർന്ന് തന്നിട്ടേ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ പിന്നെ ആ ടീച്ചർ പറഞ്ഞത് നോട്ട് അപ്പൊ കിട്ടിയില്ല, എന്തോ നോട്ടിനെ സംബന്ധിക്കുന്ന എന്തോ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് പറഞ്ഞത്. അതായത് നോട്ട് നിങ്ങൾക്ക് ടീച്ചർ ലാസ്റ്റ് ക്ലാസ്സിന്റെ അവസാനം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടേമോ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഒരു ഡെഫിനിഷനോ എന്തെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് ടീച്ചർ വിൽ ഡിക്റ്റേറ്റ് ഇൻ ദ ക്ലാസ് ഇറ്റ്സെൽഫ്. ആ ക്ലാസ്സിൽ തന്നെയായിരിക്കും ടീച്ചർ അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ പിന്നീട് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂം വഴി ഒന്നും കിട്ടില്ല. ഗൂഗിൾ ക്ലാസ് റൂം വഴി നിങ്ങൾക്ക് കിട്ടിയത് 1 to 35 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? യെസ് ഓർ നോ? ഗൂഗിൾ ക്ലാസ് റൂം വഴി 1 to 35 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓക്കെ, അത് മാത്രമേ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ തൽക്കാലം കൊടുത്തിട്ടുള്ളൂ. അലോങ് വിത്ത് ദ മോക്ക് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസും അതുമാണ് കൊടുത്തിരിക്കുന്നത്. മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ? പ്ലീസ് ആൻസർ യെസ് ഓർ നോ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് പ്രത്യേകിച്ച് വേറെ ആർക്കും സ്പെഷ്യൽ ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു സാധനവും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇൻഡിവിജ്വൽ ആയിട്ട് ടീച്ചേഴ്സിന് ഇഫ് ദേ ഹാവ് ടു ഗിവ് സംതിങ് എക്സ്ട്രാ നോട്ട്സ് ഇറ്റ് വിൽ ബി ഡിക്റ്റേറ്റഡ് ഇൻ ദ ക്ലാസ് ഇറ്റ്സെൽഫ്. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. എന്തെങ്കിലും ടീച്ചർമാർക്ക് എക്സ്ട്രാ നോട്ട് തരാനുണ്ടെങ്കിൽ അത് ക്ലാസ്സിൽ തന്നെ ടീച്ചേഴ്സ് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്തോണം. ഇറ്റ്സ് ദെയർ റെസ്പോൺസിബിലിറ്റി, അത് അവരുടെ ഉത്തരവാദിത്വത്തിൽ മാത്രം. ആൻഡ് ഇഫ് യു ഹാവ് ടു റൈറ്റ് ഡൗൺ ലെക്ചർ നോട്ടിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല എന്ന് തന്നെയാ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുക, അവിടെ പറയുന്ന കാര്യങ്ങൾ ഇനി എക്സ്പ്ലനേഷൻ വേണോ, നമ്മളത് എഴുതാനും പോകും. അങ്ങനത്തെ ഒരു ടോപ്പിക് അല്ല ഇത്. ഐ തിങ്ക് ഇത് വളരെ ക്ലിയർ കട്ടായിട്ട് എഴുതി വെച്ചിരിക്കുന്ന എന്താ പറയാ സെന്റൻസുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയ കടിച്ചാപ്പൊട്ടാത്ത കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇനി നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത ചില ടേംസ് ചില ചാപ്റ്റേഴ്സിൽ വരും.
കാരണം ഇറ്റ് ഇസ് റിലേറ്റഡ് ടു മെഡിക്കൽ അല്ലെ. നമുക്കറിയാം അത് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് എപ്പോഴും നമ്മൾ കയറി ചെല്ലുന്ന ഒരു സ്ഥലമല്ലാത്തത് കൊണ്ട് ചില ടെക്നിക്കൽ ടേംസ്, ചില മെഡിക്കൽ ടേംസ്, ചിലപ്പോ എന്താ പറയാ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി ചില എക്സ്പ്ലനേഷൻ ഷോർട്ട് നോട്ട് ആയിട്ട് ടീച്ചേഴ്സ് തരും. അത് ക്ലാസ്സിൽ ടീച്ചർ ഡിക്റ്റേറ്റ് ചെയ്യും. ടീച്ചർ പറഞ്ഞു തരും, യു ഹാവ് ടു റൈറ്റ് ഡൗൺ. നിങ്ങളാണ് ഇത് എഴുതിയെടുക്കേണ്ടത്. ഇൻ കേസ് നമ്മൾക്ക് മറ്റുള്ളവരുടെ പോലെ സ്പീഡ് കിട്ടിയില്ല, എനിക്ക് എഴുതാൻ തീർക്കാൻ പറ്റിയില്ല, പേടിക്കണ്ട. ഈ 2 ടീച്ചേഴ്സ് ഒറ്റ ക്ലാസ്സിൽ കയറുന്നുള്ളൂ അല്ലെ. ഇന്നിപ്പോ 2 ക്ലാസ് ആണ്, 2 hours ആണ്. ആ 2 hours കഴിഞ്ഞ് അത് നേരത്തെ ഒരാൾ ഇവിടെ ഒരു സജഷൻ പറയുന്നത് എനിക്ക് ഞാൻ കേട്ടു, വെരി ഗുഡ്, അത് നല്ലൊരു സജഷൻ ആയിരുന്നു, ഞാനത് കേട്ടു. ബിഫോർ ലീവിംഗ് ദ ക്ലാസ് നിങ്ങൾ ടീച്ചർ പൊക്കോട്ടെ, നിങ്ങൾ അവിടെ ഒന്ന് സൈലന്റ് ആയിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാമോ, എന്നിട്ട് എനിക്കിത് ഇന്ന നോട്ട് ടീച്ചർ പറഞ്ഞ ഇന്ന ടോപ്പിക് ഒന്ന് ക്ലിയർ ആയില്ല, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ ആരെങ്കിലും ഒന്ന് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പോകാം. ഞങ്ങൾക്ക് അടുത്ത ക്ലാസ് ഉള്ളതുകൊണ്ട് വേഗം പോണേ, അതുകൊണ്ട് ഞങ്ങൾ ക്ഷമിക്കണം. അപ്പൊ ആരെങ്കിലും ഒക്കെ എഴുതിയിരുന്നുണ്ടാവും, നല്ല വൃത്തിയായിട്ട് എളുപ്പം എഴുതുന്നവരും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവരത് പറയുന്നത് അതൊന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ അതൊന്ന് ടൈപ്പ് ചെയ്ത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആരൊക്കെങ്കിലും ഏതെങ്കിലും ടോപ്പിക് വിട്ടു പോകുകയോ സ്പെല്ലിങ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലോ അവർക്ക് അത് ക്ലിയർ ചെയ്യാനും അത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അല്ലാതെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇതവിടെ എത്തില്ല. ക്യാൻ യു ഫോളോ മീ വാട്ട് ഐ ആം സേയിങ്? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അത് ഞാനിപ്പോ നിങ്ങളിപ്പോ ഇവിടെ ഇരുന്ന് പറഞ്ഞ ഡിസ്കഷനിൽ നിന്നും എനിക്ക് കണ്ടെത്താൻ പറ്റിയ ഒരു കാര്യമാണ്. അതിനുള്ള സൊല്യൂഷനാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ടീച്ചർ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, അതിന്റെ കൂടി ഒരു സൊല്യൂഷനാണ് ഞാനിപ്പോ പറഞ്ഞത്. അല്ലാതെ നമുക്ക് ടീച്ചർക്ക് അടുത്ത ക്ലാസ് ഉണ്ട്, എന്റെ ക്ലാസ്സും ടീച്ചർക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല അല്ലെ. 30 എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ കംപ്ലീറ്റ്, 1-2 മിനിറ്റ് എനിക്ക് വെയിറ്റ് ചെയ്യാം. ടീച്ചർ പോയി നമുക്ക് അടുത്ത എന്റെ ക്ലാസ്സിന്റെ നോട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രസന്റ് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ അതിനും കുറച്ച് 1-2-3 മിനിറ്റ് കിട്ടും. വിതിൻ 3 minutes wherever you are going you have to return. എവിടെ പോയാലും ആ 3 മിനിറ്റ്സിനുള്ളിൽ നിങ്ങളും ഇങ്ങോട്ട് എത്തണം. ഞങ്ങൾക്കും ഇത്തരം ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ ചെയ്യാനുണ്ട്. അത് എന്നിട്ട് നമുക്ക് ക്ലാസ് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ അത്രയും സമയം നമ്മൾ വെറുതെ നമ്മൾ ലാഗായിട്ട് കളയേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇടയില് നിങ്ങൾ ഒച്ച ഉണ്ടാക്കാണ്ടിരിക്കുക. ഇടയില് ടീച്ചർ പോയി കഴിയുമ്പോൾ അടുത്ത ടീച്ചർ, എനിക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞത്, നിങ്ങൾ അവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു, അതൊന്ന് ശാന്തമാകട്ടെ. ആരോ പറഞ്ഞു അതും വെരി ഗുഡ്, ടീച്ചർ വന്നിട്ടുണ്ട്, ഒന്ന് മിണ്ടാതിരിക്കുന്നു. അവിടെ ആരോ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവിടെ കാണിച്ചു. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. യു ജസ്റ്റ് ഫീൽ ദാറ്റ് യു ആർ ഇൻ എ ക്ലാസ് റൂം അല്ലെ. നമ്മൾ അങ്ങനെയല്ലേ ഫീൽ ചെയ്യണ്ടേ? ഒരു ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ ഇല്ല, ടീച്ചർ പെട്ടെന്ന് വരാൻ വൈകി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ടീച്ചർ മോണിറ്ററിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ലീഡർ ഉണ്ട്, ലീഡർ ഹാസ് ടു കൺട്രോൾ ഇത് അല്ലെ. അവിടുത്തെ കൺട്രോളിംഗ് ഒക്കെ പുള്ളിയുടെ കയ്യിലാണ്. അപ്പൊ അതുപോലെ ഇവിടെ ആരും അങ്ങനെ ചെയ്യുന്നുണ്ടില്ല. അപ്പൊ ആരോ അത് മനസ്സിലാക്കി, ഞാൻ റെക്കോർഡ് മാറ്റി അടുത്ത റെക്കോർഡിംഗിലേക്ക് വന്നപ്പോ ആരോ അത് മനസ്സിലാക്കി ആളത് സൂചിപ്പിച്ചു. അപ്പോഴേക്കും എല്ലാവരും സൈലന്റ്. വെരി ഗുഡ്, അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണം. അല്ലെങ്കിൽ എന്റെ സമയം അവിടെ അത്രയും വൈകി, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്കിപ്പോ നിങ്ങളോട് പറയേണ്ടി വന്നപ്പോ എന്റെ സമയം വീണ്ടും പോയി. അത് കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് തീർത്തോളാം. ഓക്കെ, പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് കേൾക്കുകയും വേണം, ഞാൻ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻസ് തരുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൃത്തിയായിട്ട് പറയുന്നത്. മറ്റുള്ളവരിൽ നിന്നും ചിലപ്പോൾ അവരോട് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇൻഫോം ചെയ്യണം. എനിക്കാണ് നിങ്ങൾക്ക് അതിനുള്ള ക്ലാരിറ്റി തരാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ. അപ്പൊ 2 ക്ലാസ്സും കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ചില നിഷാ മിസ് എടുത്തു. നിഷാ മിസ്സിന്റെ ആ ടോപ്പിക്കിൽ പറഞ്ഞ ഇന്ന സാധനം ഞാൻ എഴുതിയില്ല, ഒന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും അത് ടൈപ്പ് ചെയ്ത് നന്നായിട്ട് എഴുതിയ ആളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കുഴപ്പമില്ല, കാര്യം കഴിഞ്ഞു. ഇതിന്റെ ഇടയിലുള്ള സമയത്ത് നിങ്ങളത് യൂസ് ചെയ്യരുത് എന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. ഓക്കെ, ഇനി എന്താ ചോദിച്ചത്, എവിടെയാ ക്ലാസ്, എന്താ ക്വസ്റ്റ്യൻസ് എവിടെ ഇരുന്നോ അല്ലെങ്കിൽ നോട്ട്സ് എവിടെ ഇട്ടേന്നോ? ഗൂഗിൾ ക്ലാസ് റൂം വഴിയാണ് നിങ്ങൾക്ക് നോട്ട്സും, നിങ്ങളുടെ നോട്ട് മീൻസ് നോട്ട് എന്നല്ല പറയേണ്ടത്, നമ്മളുടെ ആ ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ നോട്ട് സെൻഡ് ചെയ്തിരിക്കുക. ഇംഗ്ലീഷിന്റേത് സെപ്പറേറ്റ് ആണ്, അതിന്റെ നോട്ടും നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, ഇംഗ്ലീഷിന് നോട്ട് ഉണ്ട് സെപ്പറേറ്റ്. കാരണം ഇംഗ്ലീഷ് നമ്മുടെ ഈ സിലബസിനകത്ത് ഈ ബുക്കിനകത്ത് അവൈലബിൾ അല്ല, അത് സെപ്പറേറ്റ് ടീച്ചേഴ്സ് ആണ് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ട്. അത് എല്ലാം ഗൂഗിൾ ക്ലാസ് റൂം വഴിയാണ് സെൻഡ് ചെയ്യുന്നത്. യു ഗോ ദർ ആൻഡ് വാച്ച് ഇറ്റ്. അവിടെ പോയിട്ട് നിങ്ങളത് എടുത്ത് മനസ്സിലാക്കി പഠിക്കുകയോ കാണുകയോ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക. ലെക്ചർ നോട്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് വെരി കൺവീനിയന്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, കാരണം
അതിനകത്ത് ലെക്ചർ നോട്ട് എഴുതാൻ വേണ്ടി മാത്രമായിട്ട് വേറെ നോട്ട് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് വേണം എനിക്ക് തോന്നല്ല. ടീച്ചേഴ്സ് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക. ആ നോട്ട് ഇവിടെ നിങ്ങൾക്ക് തന്നേക്കണം, നോട്ടിനകത്തുള്ളത് അവർ പറയുന്നത്. അതിന്റെ എക്സ്ട്രാ എന്തെങ്കിലും അവർ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ നോട്ട് അവർ തന്നോളൂ. അപ്പൊ പിന്നെ വെറുതെ നമ്മൾ എന്തിനാ സമയം കളയുന്നത്? ഈ നോട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യമൊക്കെ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ്, അടുത്ത ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്നൊക്കെ വായിച്ചിട്ടൊക്കെ കയറുക, അതാത് ദിവസം തന്നെ. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ല. ഓക്കെ. ഇനി നിങ്ങൾക്ക് എല്ലാ ടീച്ചേഴ്സൊക്കെ ഇപ്പൊ കുറച്ച് പേരൊക്കെ ക്ലാസ്സുകളൊക്കെ ഓരോ ടോപ്പിക്കായിട്ട് എടുത്ത് കയറുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഫ്രാങ്ക് ആയിട്ട് പറയുക. ഏതെങ്കിലും ക്ലാസ്സുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ഗ്രാമർ ഒഴിച്ചിട്ട് ബാക്കിയൊക്കെ കംഫർട്ടബിളാ. ഇംഗ്ലീഷ് ഗ്രാമർ അത്ര കംഫർട്ട് അല്ല. ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് എടുക്കുന്ന ടീച്ചർ എടുക്കുന്നത് വാട്ട് വേ ഓഫ്, അതായത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന രീതിയിലാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണോ? വേ ഓഫ് ടീച്ചിങ് ആണോ? ഏതാണ് കംഫർട്ടബിൾ അല്ലാതെ ഫീൽ ചെയ്യുന്നത്? ടീച്ചർ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അത്ര കംഫർട്ട് അല്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ വായിച്ചങ്ങ് വിടുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. ടീച്ചറിന്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുമ്പോ പെട്ടെന്ന് ടീച്ചർ അത് പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരുന്നുമില്ല. പെട്ടെന്ന് പഠിപ്പിച്ചു തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ഞാൻ അവിടെ ഇൻഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ബാക്കി ക്ലാസ്സസോ? നല്ല രീതിയിലുള്ള കംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, എന്നിട്ട് എന്റെ ക്ലാസ് തുടങ്ങുന്നുള്ളൂ. കാരണം അവിടെയാണ് ഇനി നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം. അതൊരു പെട്ടെന്നുണ്ടാകുന്ന, അതെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര പ്രോബ്ലം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റാത്ത. അത് ഇവിടുത്തെ ഭാഗത്തെ കംപ്ലൈന്റ് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു, അതിനൊരു സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കും. അത് കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് നമുക്ക് വേറെ ക്ലാസ്സിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് നേരത്തെ തന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെന്തെങ്കിലും രീതിയിൽ നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും. അതുപോട്ടെ, ഇനി കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ ഇത്രയും നേരം നിങ്ങളിപ്പോ ആ സൗണ്ട് അൺമ്യൂട്ട് ചെയ്തപ്പോ അല്ല, അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, നോട്ട്സിനെ സംബന്ധിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവിടെ സൗണ്ടിൽ എന്തെങ്കിലും ബ്രേക്കിംഗ് വന്നോ? ഇല്ല. നോ മാം, ഒന്നും വന്നിട്ടില്ല. യാതൊരു പ്രശ്നവും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ, ഒരു സെന്റൻസ് 2 സെന്റൻസ് കൂടി ഞാൻ പറഞ്ഞേക്കട്ടെ, എന്നിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. അതെ, ഇപ്പൊ ഇത്രയും നേരം എല്ലാവരും പെർഫെക്റ്റ്ലി എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ബ്രേക്ക് ചെയ്യാതെ നിങ്ങളിലേക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ അവിടെ എത്തിയത്. ഇനി ആർക്കെങ്കിലും 1-2 പേർക്കൊക്കെ എന്തെങ്കിലും പറ്റിയെങ്കിൽ അത് നമ്മളുടെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. നമ്മളുടെ അല്ല, നിങ്ങളുടെ മാത്രം റേഞ്ചിന്റെ പ്രശ്നമാണ്. ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്, റേഞ്ചിന്റെ പ്രോബ്ലം. അത് നമ്മളുടെ റേഞ്ചിന്റെ പ്രശ്നം. ബാക്കിയുള്ള ഒത്തിരി പേര് പറഞ്ഞു ഇത്രയും നേരം ക്ലിയർ കട്ടായിട്ട് എല്ലാം ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞപ്പോ അപ്പൊ നമ്മളുടെ മാത്രം പ്രശ്നമാണ് എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഡിസ്റ്റർബ് ആക്കരുത് മറ്റുള്ളവരെ. നമുക്ക് എന്തെങ്കിലും ബ്രേക്ക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഒരുപാട് പേർക്കുണ്ടെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു ടൈപ്പ് ഇറ്റ്. അത് നമ്മൾ ടീച്ചറെ ബ്രേക്ക് ചെയ്ത് പോകുന്നു എന്നൊന്ന് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത്, അപ്പൊ ഒരാൾ ടൈപ്പ് ചെയ്യുമ്പോൾ യെസ് യെസ് എന്നൊന്ന് അതിന്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ആ ഒരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്കത് ഇവിടുന്ന് പരിഹരിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമാണ് ആ സൗണ്ടിന്റെ ബ്രേക്ക് വരുന്നത്, അങ്ങനെ പ്രശ്നമുണ്ട്, യു ജസ്റ്റ് ലീവ് ദ കോൾ ആൻഡ് റീജോയിൻ. എന്ത് ചെയ്യാം, പെട്ടെന്ന് ഒന്നത് പതുക്കെ നമ്മളൊന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്യാം. അത് റേഞ്ച് പ്രോബ്ലം ആണ്. അല്ലെങ്കിൽ കൺവീനിയന്റ് ആയിട്ടുള്ള റേഞ്ചുള്ള സ്ഥലത്തേക്ക് നമ്മൾ എന്നൊന്ന് പതുക്കെ മാറിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്റെ ക്ലാസ് ബ്രേക്ക് ആവും, പിന്നെ എനിക്ക് അവിടേക്ക് തിരിച്ചു വരാനായിട്ട് ഒത്തിരി സമയം എടുക്കും. ഇത്തരം കാര്യങ്ങൾ ആദ്യമേ പറയുന്നത് മറ്റു പല ടീച്ചേഴ്സും എടുക്കുമ്പോൾ, ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഇവിടെ ക്ലാസ്സുകൾ ചില ആളുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് എത്തുന്നു. കാരണം ഒന്ന് ഇതാണ്, ചിലരൊക്കെ എവിടെയോ അൺമ്യൂട്ട് ചെയ്ത് ഇരിക്കുന്നുണ്ട്. അത് അവരോടൊക്കെ പറഞ്ഞിട്ടും നമുക്ക് കുറച്ച് മെസ്സേജസ് അങ്ങനെ വന്നിട്ടുണ്ട്. എന്താ പറയാ, അത് ഈ ക്ലാസ്സിലാണെന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോ കുറച്ച് ഈ ബാച്ചസ് കുറെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ബാച്ച് എന്ന് പറയാം, നിങ്ങളുടെ ഇൻഫോർമേഷനിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഒരാൾ പോലും മ്യൂട്ട് ചെയ്യാതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് ഡിസ്റ്റർബ്ഡ് ആകും. അതിങ്ങനെ നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ആരാ അൺമ്യൂട്ട് ചെയ്യണമെന്ന് ചെയ്യാൻ പറ്റില്ല. ചിലർ അൺമ്യൂട്ട് ചെയ്താലും അറിയില്ല. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സൗണ്ട് അൺമ്യൂട്ട് എന്ന് പറഞ്ഞാൽ സാധനം മ്യൂട്ടിന്റെ ആ ഒരു സാധനം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും,
എവിടെയെങ്കിലുമൊക്കെ ആളുകൾക്ക് ഡിസ്റ്റർബ് ആകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നത് കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്താൽ വി ഹാവ് ടു ഗിവ് ഓൾ മ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഞങ്ങൾ നീങ്ങേണ്ടി വരും. ഓൾ മ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഞങ്ങൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അവസാനത്തെ 10 or 5 മിനിറ്റ് മാത്രം നമ്മൾ അത് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇൻ ബിറ്റ്വീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് പറയാൻ മാത്രം ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നത് അൺമ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാ തോന്നണേ. അപ്പൊ മ്യൂട്ട് ചെയ്ത് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അങ്ങനത്തെ കംപ്ലൈന്റ് ആണ് ഇനി കൂടുതൽ വരെ. ദാറ്റ് ഈസ് ദ പാർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കംപ്ലൈന്റ് ആണത്. അതെ, അത് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾക്ക് പരിഹരിക്കാവുന്ന കംപ്ലൈന്റുകൾ ഞങ്ങൾ പരിഹരിക്കും. നിങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുള്ള കംപ്ലൈന്റുകൾ നിങ്ങൾ തന്നെ പരിഹരിക്കണം. അതിന് നിങ്ങളുടെ കൈവിരലാണ് അവിടെ വേണ്ടത്. അൺമ്യൂട്ട് എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അപ്പൊ തന്നെ നിങ്ങൾ അത് മ്യൂട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതും കൂടി ഇപ്പൊ ഞാൻ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ശ്രമിക്കണം അതിനു വേണ്ടിയിട്ട്. ഇനി ഇടയ്ക്ക് ഒരു ക്ലാസ്സിലും കയറി ഇതുപോലെ എനിക്ക് പറയേണ്ടി വരുന്ന അവസ്ഥ വരരുത്. ടീച്ചേഴ്സിനെ ഡിസ്റ്റർബ്ഡ് ആക്കരുത് നമ്മൾ. കാരണം അവരുടെ മാക്സിമം ടൈമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അവരെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. എങ്ങനെ അവർക്ക് കിടക്കാനുള്ള ക്ലാസ്സിനുള്ള സൗകര്യം കൂടി നമ്മൾ ഒരുക്കണം. ഓക്കെ ആണല്ലോ എല്ലാവരും? അപ്പൊ ഈ മറ്റേ കാര്യം നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മളെ ക്ലാസ് തുടങ്ങും. അപ്പൊ ഇത്രയും പറഞ്ഞില്ലെങ്കിലേ ഞാൻ ഇതൊക്കെ നോക്കിയും വേണം എടുക്കുകയും വേണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൂടി ഒന്ന് കോപ്പറേറ്റ് ചെയ്താലേ നമുക്ക് ഇതൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയി തീർക്കാൻ പറ്റുള്ളൂ. സോ എല്ലാവരും ഒന്ന് നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എന്റെ പേര് ചിലര് വീണ്ടും ഇവിടെ ചോദിച്ചോണ്ടിരിക്കുന്നത് നിഷ, NISH. ഓക്കെ, നിഷ എന്നാണ് എന്റെ പേര്. Are you ready? So now let's start our class. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്താ പറയാ കുറെ ക്ലാസ് ഒക്കെ നമ്മളുടെ ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ക്ലാസ്സുകൾ മാറി മാറി വരുമ്പോൾ നിങ്ങൾക്ക് ഓരോ ടീച്ചർമാരുടെ മുഖം കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ പേരൊന്ന് ഓർത്തേക്കണേ. അപ്പൊ അതുകൊണ്ട് ആളുകളുടെ ബുക്കൊക്കെ ആയിട്ട് നമുക്ക് റെഡി ആയിട്ടിരിക്കാം. Different departments in a hospital. That was the topic we are taking in the last class. അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയത് അതാണ്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. ജസ്റ്റ് ഒരു പരിചയപ്പെടൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്തതിന്റെ ബാക്കിൽ കൂടി പഠിക്കുമോ? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നും കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ പേരുകൾ നമ്മളൊന്ന് കേട്ടിരിക്കണം. ആ പേരുകൾക്കൊക്കെ ഇന്നതാണ്, ഇവിടെ ഇന്നതാണ് നടക്കണേ അല്ലെ. ഫാർമസി എന്താ അവിടെ നടക്കുന്നേ? ഫാർമസിയിൽ എന്താ നടക്കുന്നത്? ഫാർമസിയിൽ മെഡിസിൻ നമുക്ക് കളക്ട് ചെയ്യാനുള്ള സ്ഥലമാണ് അല്ലെ. നമുക്ക് ടു ക്യൂർ അവർ ഡിസീസ്, നമ്മളുടെ രോഗത്തെ ഭേദമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രഗ്, മരുന്ന് അല്ലെ, മെഡിസിൻ നമുക്ക് അവൈലബിൾ ആക്കുന്ന സ്ഥലം, അതിനെയാണ് നമ്മൾ ഫാർമസി എന്ന് വിളിക്കുക അല്ലെ. നമ്മള് ഡിപ്പാർട്ട്മെന്റുകൾ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ്സില് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ കൊടുക്കുന്ന, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ ബേസിസിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. OPD ആൻഡ് IPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലില് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് മാത്രം പ്രവർത്തിച്ചാൽ ഇറ്റ് വിൽ നോട്ട് ലീഡ് ടു എ ഗ്രേറ്റ് സക്സസ് അല്ലെ. നല്ലൊരു വിജയത്തിലേക്ക് ഒരു ഹോസ്പിറ്റലിനെ എത്തിക്കാൻ സാധിക്കില്ല. ഫോർ ദാറ്റ്, അപ്പൊ നല്ലൊരു വിജയം ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ, ഇതൊക്കെ ബിസിനസ് ആണല്ലോ, എല്ലാത്തിലും ബിസിനസിന്റെ ഒരു കണ്ണുണ്ട്. ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽസും ഇന്ന് എന്തായി ഒരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഹോസ്പിറ്റൽ എന്ന് കേൾക്കുമ്പോൾ ആതുര സേവനം എന്നാണ് നമ്മൾ കേട്ടേക്കുന്നത് അല്ലെ. ആതുര സേവനം സർവീസ് ആയിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ഇന്നെല്ലാം ബിസിനസ് കണ്ണിലെ ആളുകൾ കാണാം. കാരണം ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡ് തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ പറയാ ഒരു ഗ്രേറ്റ് സക്സസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ അതിന്റെ എന്താ പറയാ വിജയത്തിന്റെ ആ ഒരു കൊടുമുടിയിലേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ OPDയും IPDയും മാത്രം പ്രവർത്തിച്ചത് കൊണ്ട് പറ്റില്ല. There should be some departments to support this medical department. നമ്മുടെ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആ പ്രവർത്തനങ്ങൾ, അവിടെ വരുന്ന പേഷ്യൻസിന് OP, അതായത് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, ഇൻപേഷ്യന്റ് അഡ്മിഷന് വേണ്ടി വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, ഇവർക്ക് മറ്റു രീതിയിലുള്ള ചില സർവീസസ് കൂടി
വേണം. എന്നാൽ മാത്രമേ അവരുടെ ആ ഒരു കോഴ്സ് ഓഫ് ആ ഡിസീസിന്റെ അല്ലെങ്കിൽ അവരുടെ മെഡിക്കേഷന്റെ ആ മരുന്നുകളൊക്കെ കിട്ടി മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ പേഷ്യന്റ് എന്ന രീതിയിൽ അവർ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആകുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളെയാണ് നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുക. ആൻഡ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് എത്രയായിട്ട് തരംതിരിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞേ? എത്രയായിട്ട് തരംതിരിച്ചു എന്നാ പറഞ്ഞ അശ്വതി? ഐ വിൽ ജസ്റ്റ് ആൻസർ ദ നെയിം വിച്ച് ഐ എം കോളിംഗ്. ഞാൻ പറയുന്ന പേരുള്ള ആളൊന്ന് ആൻസർ പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓക്കെ. അശ്വതി പറയാമോ? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു. ഷാരി പറയാമോ? Four. Which are they? Therapeutic, general, diagnostic, informative. Very good. 4 ആയിട്ടാണ് നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മ്യൂട്ട് ചെയ്തോളൂ. തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ് എന്ന് പറയുന്ന 4 രീതിയിലാണ്. ഇവിടെയും ഈ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയോ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, എന്തിന്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ തെറാപ്യൂട്ടിക്, ചികിത്സയുമായിട്ട് ഹീലിംഗ് ഓഫ് അവർ ഡിസീസ്, നമ്മളുടെ രോഗത്തിനെ മാറ്റുക, രോഗത്തെ ഇല്ലാതാക്കുക എന്നതുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ തെറാപ്യൂട്ടിക് വിഭാഗത്തിൽ വരിക. ആ തെറാപ്യൂട്ടിക് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന, ഫങ്ഷൻ ചെയ്യുന്ന 3 ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ്. അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? ഫാർമസി മരുന്ന് കിട്ടുന്ന സ്ഥലം, ഫിസിയോതെറാപ്പി മസിൽസ്, ജോയിന്റുകൾ, അതിനൊക്കെ ഉണ്ടാകുന്ന ക്ഷതങ്ങൾ അല്ലെങ്കിൽ ആ മൂവ്മെന്റ്, നമുക്ക് കയ്യോ കാലോ ഒക്കെ മൂവ് ചെയ്യാൻ നമുക്ക് അനക്കാൻ പറ്റുന്നില്ല, എന്താ പറയാ മടക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ചില ഡിഫക്റ്റുകൾ പണ്ടൊക്കെ വീഴ്ചയിൽ നിന്നും കുറെ കഴിയുമ്പോൾ ഉണ്ടായതിന്റെ ഫലമായി അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുണ്ടാകുന്ന പെയിൻസ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ ചിലപ്പോ പാരലൈസ്ഡ് ആയിപ്പോയി, ചില വശമൊക്കെ ഇങ്ങനെ സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് തളർന്നു പോയി കഴിഞ്ഞ് കഴിയുമ്പോ അതിൽ നിന്നൊക്കെ എന്താ പറയാ അവര് അത്തരം ഇതിൽ നിന്നൊക്കെ ചിലപ്പോ എഴുന്നേറ്റു. ബട്ട് അവരുടെ പാരലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് സ്ട്രെങ്ത് കൊടുക്കണം. പാരലൈസ്ഡ് ആയി പോകാന്ന് പറഞ്ഞാൽ അതിങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ, അതായത് നമുക്ക് ബലമില്ല, സ്ട്രെങ്ത് ഇല്ല. അപ്പൊ അതിനൊക്കെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു തെറാപ്പിയാണ്. ഇപ്പൊ നമ്മുടെ ജോയിന്റും മസിൽസും ഒക്കെ എന്തോ ഒരു ട്രീറ്റ്മെന്റിലൂടെ, ഈ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റിലൂടെ അതിനൊക്കെ കുറച്ച് സ്ട്രെങ്ത് കിട്ടും. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് നമ്മുടെ രോഗം ഭേദമാക്കുന്നത് ായിട്ട് ബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഫിസിയോതെറാപ്പിയും തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ ഡയറ്ററ്റിക്സ് along with our medicines. നമ്മുടെ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില ഡയറ്റ് പ്ലാൻസ് ഉണ്ട്. ഓക്കെ. ചില രോഗങ്ങൾക്ക് യു ഹാവ് ടു സ്ട്രിക്ട്ലി ഫോളോ ദാറ്റ്. ചില രോഗങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടും നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതാണ് ഈ പറയുന്ന ഡയറ്റ്. അല്ലെങ്കിൽ മരുന്ന് കുറെ കഴിച്ചു പക്ഷെ രോഗം മാറുന്നില്ല, ബിക്കോസ് വി ആർ നോട്ട് ഫോളോയിങ് ദ ഡയറ്റ് പ്ലാൻ വിച്ച് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡോക്ടേഴ്സ്. നമ്മൾ ഡോക്ടർമാർ പറയുന്ന രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നില്ല. മരുന്ന് ആവശ്യത്തിലധികവും വാരിയൊക്കെ തിന്നുന്നുണ്ട്, പക്ഷെ രോഗം മാറുന്നില്ല എങ്കിൽ നമ്മൾ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഫോളോ ചെയ്യാത്തതുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നമ്മളുടെ ക്യൂറിംഗ് ഡിസീസസിന്റെ, ഹീലിംഗ് ഓഫ് ഡിസീസസിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഏതിൽ വന്നത്? തെറാപ്യൂട്ടിക്കിന്റെ കീഴിൽ വന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ടതല്ല, കോമൺ ആയിട്ട് വേണ്ടത്. ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഫംഗ്ഷനിങ്ങിന് കോമൺ ആയിട്ട് വേണ്ട കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ഇതിനു വേണ്ടി സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. They are CSSD. What is the full form of CSSD? ജംഷീന പറയാമോ? CSSD യുടെ ഫുൾ ഫോം പറയാമോ? വൃന്ദ പറയാമോ? Central Sterile Supply Department. വൃന്ദ തന്നെയാണോ പറയുന്നത്? അതെ. ഓക്കെ, വെരി ഗുഡ്. കൊച്ചുകുട്ടിയുടെ സൗണ്ട് പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് CSSD യുടെ ഫുൾ ഫോം. അത്
നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. സർജറി ചെയ്യുന്നതും പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞൊക്കെ എക്യുപ്മെന്റുകളൊക്കെ ഫ്രം ടൈം ടു ടൈം ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കി സൂക്ഷിക്കണം. കാരണം നെക്സ്റ്റ് പേഷ്യൻസിന് എപ്പോഴൊക്കെയാണോ അടുത്ത പേഷ്യൻസ് നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്യാതെ ഉപയോഗിച്ചാൽ പലതരത്തിലുള്ള രോഗങ്ങൾ, ഡിസീസസ് കണ്ടാമിനേറ്റ് ചെയ്യാൻ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് അത്തരം ഉപകരണങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് എന്താ പറഞ്ഞ ഹൗസ് കീപ്പിംഗ് അല്ലെ, അവിടുത്തെ ഹോസ്പിറ്റലിന്റെ ഇൻസൈഡ് റൂംസും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. അത്രയും ഓർത്തിരുന്നാൽ മതി. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അവരാണ് അതിന് റെസ്പോൺസിബിൾ. അപ്പൊ എന്തെങ്കിലും ക്ലീൻലിനെസ്സിൽ എന്തെങ്കിലും അപാകത കണ്ടാൽ ഇപ്പൊ അവിടെയുള്ള പരിസരത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ നടക്കുന്ന വഴി ഫ്ലോറിൽ പാസേജ് ആണ്, രോഗികൾക്കൊക്കെ വന്ന് പോയൊക്കെ ഇരിക്കാനുള്ള ഒന്നാമത്തെ രോഗിയാണ്, ഒരു രോഗം കൊണ്ട് അങ്ങോട്ട് വരണേ. ഇനി അവിടെയൊക്കെ വെള്ളമൊക്കെ വീണ് അല്ലെങ്കിൽ എന്തെങ്കിലും വീണ് കിടന്ന് അതിൽ സ്ലിപ്പ് ചെയ്ത് അടുത്ത രോഗം കൊണ്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എപ്പോഴും ഹൈജീനിക് ആയിട്ടും അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടും ഒക്കെ വെക്കേണ്ട ഒരു ഇടം. അപ്പൊ അതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഓരോന്നിനും ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റുകളായിരിക്കും നമുക്ക് അവരൊക്കെ അവിടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ പറയുന്നത്. അവര് നോക്കണം ഇതൊക്കെ വൃത്തിയായിട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്യേണ്ടത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. Next one, kitchen or canteen. Food which is to be supplied to the patients, visitors or relatives who are staffs know them. അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവർക്ക് ഫുഡ് അല്ലെങ്കിൽ എന്താ പറയാ പേഷ്യൻസിന് ഫുഡ് ഡയറ്റ് പ്ലാൻ അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഫുഡ് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേസ്, ദാറ്റ് ഈസ് കിച്ചൺ ഓർ ക്യാൻറ്റീൻ. ഇനി ആ കിച്ചൺ ക്യാൻറ്റീൻ അവിടെ നടന്നോട്ടെ, പക്ഷെ വെദർ ദ ഫുഡ് ഈസ് സപ്ലൈഡ് ഹൈജീനിക്ലി പ്രിപ്പയർഡ്, വളരെ ഹൈജീനിക് ആയിട്ടാണ് ആ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല. നമുക്ക് ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കാം, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രദേശം ചുറ്റുപാട് അതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണ്ടേ, ഹൈജീനിക് ആയിരിക്കണ്ടേ. കാരണം ഈ ഫുഡ് കൊണ്ടു കൊടുക്കുന്നത് ഹോസ്പിറ്റൽസിലെ ആളുകൾക്കാണ്. അവിടെയുള്ള ഈ ഫുഡ് കഴിച്ചിട്ട് ഹോസ്പിറ്റൽസിൽ അത് കഴിക്കുന്ന സ്റ്റാഫുകൾക്കോ പേഷ്യൻസിനോ വീണ്ടും എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്നാലോ, ഇപ്പൊ എന്താ പറയാ നമ്മള് കുറുന്തോട്ടിക്കും വാദം വരിക എന്ന് പറയുന്നുണ്ട് അല്ലെ, അങ്ങനെ പറഞ്ഞ് എന്റെ അർത്ഥം എന്താ, അതിനെ ഒരു പവറും പോലെ പറയുന്നതാണ്. എന്ന് വെച്ചാൽ അതൊരു ഔഷധമാണ്. ഇനി അതിനും കൂടി എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഔഷധത്തെ ഉപയോഗിച്ച് നമ്മളുടെ രോഗം ക്യൂർ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഹോസ്പിറ്റൽസിൽ അവർ നമുക്ക് സേവനം ചെയ്യുന്നത് അവരുടെ ആ ഒരു സേവനം കൊണ്ടാണ് നമ്മുടെ രോഗങ്ങൾ വേഗമാകുന്നത്. ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സ് ആയിക്കോട്ടെ, അവരെല്ലാവരും തന്നെ. അപ്പൊ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് ആലോചിച്ച് ഒരു പ്രദേശത്തൊക്കെ ഇത്തരം വല്ല രോഗങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യും അല്ലെ. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്ന പ്രിപ്പയർ ചെയ്യുന്ന ഫുഡുകളൊക്കെ കൃത്യമായിട്ട് ഹൈജീനിക് ആണോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ലോണ്ടറി ആണ്. ലോണ്ടറി മീൻസ് the place where linens are washed, cleaned, mended and also after sorting have to be returned to the respective departments. അതായത് അവിടെയുള്ള ലിനനുകൾ, അതായത് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന സർജറിക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, അതിനൊക്കെ ഒരു പ്രത്യേക ഡ്രസ്സ് ഉണ്ടല്ലോ, ലിനൻസ് ആണ് അത് കൂടുതൽ. ചാപ്റ്റർ ഉണ്ട് നമുക്ക് പഠിക്കാൻ, അതുകൊണ്ട് നമ്മൾ ഇഷ്ടംപോലെ അവിടെ വിശദമായിട്ട് പഠിക്കും. അപ്പൊ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പച്ച കളറിലെ, ചില ഹോസ്പിറ്റൽസിൽ നീല, അങ്ങനെയൊക്കെ ഉണ്ട്. അത് അവരുടെ രീതി അനുസരിച്ചിട്ടാണ്. അതുപോലെ നമ്മളിപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ, ഇപ്പൊ ഏറ്റവും വലിയൊരു ഉദാഹരണം എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുക, ഡെലിവറിക്കൊക്കെ നമുക്ക് പോകുമ്പോൾ ഒരു എന്താ പറയാ, ഡെലിവറിക്ക് ലേബർ റൂമിനകത്തോട്ട് കയറ്റുമ്പോൾ ഒരു ഉടുപ്പ് തരും അല്ലെ, അത് അവരുടെ ഇതാണ്, നമ്മളെ ഇട്ടിട്ടല്ല കയറുക. അപ്പൊ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മളെ എന്തെങ്കിലും സർജറി പ്രൊസീജിയേഴ്സിലേക്കൊക്കെ കൊണ്ടുപോകുക. അപ്പൊ അതിനകത്തേക്കൊക്കെ ചില എന്താ പറയാ ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ്, ഇതൊക്കെ വേണമെങ്കിൽ ഇതിലേക്കൊക്കെ ആകാനുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അതങ്ങനെ ഒരു ദാഗ്, ഒരു കറ പോലെ അങ്ങനെ അവിടെ അത് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടുപോയി സോർട്ട് ചെയ്ത് എല്ലാം കൂടി കൂട്ടിയിട്ടിട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി നമ്മുടെ വീടുകളിൽ കാണിക്കുന്ന പോലെ പറ്റില്ല. എന്താണ്, ഇപ്പൊ ചില പേഷ്യൻസിൽ നിന്ന് എടുത്ത് അത് ചിലപ്പോ കുറച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള രോഗങ്ങളുള്ള പേഷ്യന്റ് ആണെങ്കിൽ അത് വേറെ, ഡോക്ടേഴ്സ് ഉപയോഗിച്ച സർജറിക്ക് ഉപയോഗിച്ച ഡ്രസ്സുകളാണെങ്കിൽ അത് വേറെ, അതല്ലാതെ ഡോക്ടേഴ്സ് വേറെ രീതിയിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് വേറെ. എല്ലാം കൂടിയും മിക്സ് ചെയ്യാതെ സോർട്ട് ചെയ്ത് ഡിസിൻഫെക്റ്റന്റ് ചെയ്യേണ്ടത് വേറെയും
മറ്റൊന്നും ഇല്ലാത്തതാണെങ്കിൽ ഇപ്പൊ പില്ലോ കവേഴ്സ് അങ്ങനത്തെ ബെഡ്ഷീറ്റ് അത് ഉപയോഗിക്കുന്ന പേഷ്യൻസിനെ നോക്കിയിട്ട് വേണം അതിങ്ങനെ സോർട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോയി വാഷ് ചെയ്ത് എല്ലാം ചെയ്ത് ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം എന്ത് ചെയ്യണം? ചിലതൊക്കെ അയൺ ചെയ്യേണ്ടി വരും, അയൺ ചെയ്യണം, ചിലതൊക്കെ മെൻഡ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ചിലപ്പോൾ വേണമെങ്കിലൊക്കെ തുന്നലിടോ കീറോ റിപ്പയർമെന്റ് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ മെൻഡ് ചെയ്ത് തിരിച്ച് അതാത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എത്തിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ ലോണ്ടറിക്ക് ഉള്ളത്. ദെൻ സെക്യൂരിറ്റി, ഈച്ച് ആൻഡ് എവറി ഫ്ലോർസ് കോമൺ ആയിട്ട് ഹോസ്പിറ്റലിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. അതുകൂടാതെ ഫ്ലോർ ലെവലിലും എന്തുണ്ടാവും സെക്യൂരിറ്റി. അവിടെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചിലപ്പോൾ ചില എന്തെങ്കിലും തരത്തിലുള്ള ബിഹേവ്സോ ആരെങ്കിലും ഒക്കെ ചെയ്താലോ അവരൊക്കെ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ ആരെങ്കിലും വേണ്ടാത്ത ആൾക്കാർ ഇതിനകത്തേക്കൊക്കെ പ്രവേശിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെ തടയുക, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനാണ് ഇത്തരം ആളുകളെ ഫ്ലോറുകളിലും നിർത്താറുണ്ട്. ഓരോ ഫ്ലോറിലെ മൾട്ടി ഫ്ലോറിഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണല്ലോ ഇന്ന് ഹോസ്പിറ്റൽസിൽ. അപ്പൊ ഓരോ ഫ്ലോറിലും ഉണ്ടാവും സെക്യൂരിറ്റീസ്. അപ്പൊ അവരിതൊക്കെ സെക്യൂർ ആക്കി വെക്കാം. ഹോസ്പിറ്റൽ പ്രമിസസ് ഒക്കെ സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത് അത് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ദെൻ മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസ് ഫോർ ദ പ്രമിസസ്, അതായത് ഹോസ്പിറ്റലിനകത്തുള്ള മെഷീൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്ത് മെറ്റീരിയൽ സാധനങ്ങളായാലും യന്ത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റുകൾ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്, റിപ്പയർഡ് ഫ്രം ടൈം ടു ടൈം. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, റിപ്പയർ ചെയ്യുക, അങ്ങനെയൊക്കെ സൂക്ഷിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരുടെ നമ്പറുകളൊക്കെ കറക്റ്റ് ആയിട്ട് അവരുടെ കയ്യിലുണ്ടായിരിക്കണം. ഈ മെയിൻ്റനൻസ് വിഭാഗക്കാരുടെ ഇപ്പൊ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവര് ആയിരിക്കില്ല നമ്മളുടെ പ്ലംബിങ്, അതായത് വെള്ളമൊക്കെ ഇപ്പൊ പൈപ്പ് ഉണ്ട് പക്ഷെ വെള്ളം വന്നില്ല, അല്ലെങ്കിൽ AC ഉണ്ട് പ്രവർത്തിക്കുന്നില്ല, ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരാളല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ വരിക. ഇപ്പൊ ഡിഫറെന്റ് കാറ്റഗറി ആണ് അവരുടെ. അപ്പൊ ആ കാറ്റഗറൈസ് ചെയ്ത് ഓരോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുടെയും നമ്പറുകളൊക്കെ സൂക്ഷിച്ചു വെക്കുക. നിയറസ്റ്റ് പീപ്പിളിന്റെ ആണെങ്കിൽ വളരെ ഉചിതം, അല്ലെങ്കിലോ ഒത്തിരി ദൂരെ നിന്നൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ എത്തുമ്പോഴേക്കും ആവശ്യം കഴിഞ്ഞു പോകും. ആവശ്യത്തിനാണ് നമുക്ക് ഇവരെയൊക്കെ അവൈലബിൾ ആക്കേണ്ടത്. അപ്പൊ വിതിൻ മിനിറ്റ്സ് എത്താൻ പറ്റുന്ന ആളുകളുടെയൊക്കെ ഒരു നമ്പറുകളൊക്കെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യാം, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ മോർച്ചറി ആണ്. മോർച്ചറി നമ്മൾ പറഞ്ഞു എ പ്ലേസ് വേർ ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, ടെമ്പററി അല്ലെ, വളരെ ചുരുങ്ങിയ സമയത്തേക്ക് ഹോസ്പിറ്റലിൽ നമ്മുടെ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഇത് എന്താ പറയാ, എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിനാകാം, ചിലപ്പോൾ പഠനങ്ങൾക്ക് വേണ്ടി, ഫോറൻസിക് ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ പോലീസൊക്കെ വന്ന് നോക്കാനാണ് അത് ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ എന്തെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റൽസിൽ ഈ പറയുന്ന ആള് ദൂരെങ്കിലും എവിടെയെങ്കിലും ഉള്ള ആളായിരുന്നു, വഴിയിൽ എവിടെ മരിച്ചിട്ടാണ് ആളെ നിയറസ്റ്റ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ പുറത്തുനിന്ന് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ആ ബോഡി ആരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നിടത്തോളം വരെ കീപ് ഇറ്റ് സമർ. റോട്ടിൽ തന്നെ കിടക്കാൻ പറ്റില്ലല്ലോ, അവരെ കൊണ്ടുപോയി എവിടെയെങ്കിലും വെക്കണം. അപ്പൊ അതിനോടൊരു മര്യാദ നമ്മൾ കാണിക്കണ്ടേ? അപ്പൊ അത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം, അതിനാണ് നമ്മൾ മോർച്ചറി എന്ന് വിളിക്കുക. ഓക്കെ, നൗ നെക്സ്റ്റ് ഇപ്പൊ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ തെറാപ്യൂട്ടിക് നമ്മൾ കണ്ടു, ജനറൽ കണ്ടു. തെറാപ്യൂട്ടിക് റിലേറ്റഡ് ടു ദ ഹീലിംഗ് ഓഫ് അവർ ഡിസീസസ്, നമ്മുടെ രോഗം ഭേദമാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ജനറൽ ആസ് എ കോമൺ ആയിട്ട് എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ടാകേണ്ട ചില കോമൺ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഹീലിംഗ് ഓഫ് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷെ ഇൻഡയറക്ട്ലി ദേ ആർ റിലേറ്റഡ്. പക്ഷെ വളഞ്ഞു വഴിക്കാണെങ്കിലും ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിനോട്. അതുകൊണ്ടാണ് അത് അവർ ജനറൽ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് ഈ രണ്ട് ചാപ്റ്ററും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ്സ് ലബോറട്ടറി ആൻഡ് റേഡിയോളജി. രണ്ടു തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? രോഗത്തെ നിവാരണം ചെയ്യാൻ. എന്ത് രോഗമാണ്? ചില രോഗമൊക്കെ ചെല്ലുമ്പോ പനി, ഓക്കെ, സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കി പനി ടെമ്പറേച്ചർ നോക്കി അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയൊക്കെ മനസ്സിലാകും. നമ്മൾ പറയുന്ന ചില എന്താ പറയുക സിംറ്റംസ് കൂടി നമ്മൾ ഡോക്ടർക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്കത് ക്ലിയർ ആകും. ബട്ട് ചില ഡിസീസസ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ബൈ മിയർ ടെസ്റ്റിംഗ്. ഈ പറയുന്ന ഒരു എന്താ പറയാ രീതിയിൽ മാത്രമായിട്ട് ചിലപ്പോ ഡോക്ടേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്ത് രോഗമാണെന്ന്. ഓക്കെ, സോ ദേ ഹാവ് ടു ഗോ ഫോർ ഫർദർ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്. ചില ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. ചിലപ്പോ ഒരു പനിയൊക്കെ വന്നു, മരുന്ന് തന്നു, നമ്മൾ പോയി 2 ദിവസം കഴിയുമ്പോൾ വിവരം വന്ന് പറഞ്ഞോ. അപ്പൊ മാറിയ പിന്നെ വരണ്ട, കുഴപ്പമില്ല. മാറിയില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വിവരം പറയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മരുന്നൊക്കെ പോയി കൃത്യമായി കഴിച്ചു, പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്തു. 2 ദിവസം കഴിഞ്ഞു, പക്ഷെ മാറുന്നുണ്ട്, പക്ഷെ വീണ്ടും അത് വരുന്നു. സോ വി ഹാവ് ടു ഗോ അഗെയിൻ. നീ മാറിക്കോളും തന്നെ താൻ അവിടെ കിടക്കുകയല്ല. നമ്മൾ എന്ത് ചെയ്യണം? പോണം, പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണം. നമ്മൾ അതും ഫോളോ ചെയ്യണം.
അവിടെ പോയി മരുന്നൊന്നും കഴിച്ചു ഒരു ഗുണമില്ല അങ്ങനെ പറഞ്ഞിരിക്കരുത്. അത് ഡോക്ടർ കുഴപ്പമില്ല. നമ്മൾ കഴിക്കുന്ന മരുന്ന് നമ്മളുടെ ശരിയായ രോഗത്തിനുള്ള മരുന്ന് എത്തിയിട്ടില്ലായിരിക്കാം. അതുകൊണ്ടാണ് അത് വീണ്ടും രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് വന്നേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പോകണം, പോയി വീണ്ടും പറയുക. അപ്പൊ ഡോക്ടർ നോക്കും, അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാധാരണ വൈറൽ ഫീവർ അല്ല, സോ മേ ബി അത് സം അതർ കോസ്, മറ്റെന്തെങ്കിലും കാരണമാകാം എന്നവർ ചിന്തിക്കും. അപ്പൊ ഡോക്ടർ എന്ത് പറയും? ഒന്നില്ലെങ്കിൽ അവിടെ കിടക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളോട് പറയും യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന പല ബോഡി ഫ്ലൂയിഡിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാലോ. യൂറിൻ ഉണ്ട്, ബ്ലഡ് ഉണ്ട്, പിന്നെ ഒത്തിരി സാധനങ്ങൾ വേറെയൊക്കെ ഉണ്ട് അല്ലെ, മലമൂത്രം, അങ്ങനെയൊക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ എടുത്ത് ടെസ്റ്റ് ഉണ്ട്. അത് ഓരോ രീതിയിലനുസരിച്ചിട്ടാണ്, ഓരോ ഡിസീസസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ടെസ്റ്റുകളൊക്കെ നടത്തുക. അപ്പൊ ഇങ്ങനെ ബോഡി ഫ്ലൂയിഡ്സ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ലബോറട്ടറി. അപ്പൊ അകത്തുനിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തു, എന്തെങ്കിലും കൂടുതലോ കുറവോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ലബോറട്ടറി എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റേഡിയോളജി. എന്താണ് റേഡിയോളജി? റേഡിയോളജി അങ്ങനെയല്ല, റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ഉപയോഗിച്ച്, റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക്, നേരത്തെ പറഞ്ഞ എന്താ, ലാബ് ടെസ്റ്റുകൾ നടത്തുകയാ, ലബോറട്ടറി എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? അകത്തുനിന്ന് പുറത്തേക്ക് എടുത്തു കൊണ്ടുപോയി സെപ്പറേറ്റ് ചെയ്ത് വെച്ച് അവർ ടെസ്റ്റ് ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് കൊടുത്തിട്ട് ഫർദർ ട്രീറ്റ്മെന്റ് പിന്നെ ഡോക്ടേഴ്സ് നോക്കിക്കോളും. അപ്പൊ ആ റിസൾട്ട് നോക്കി, ആ റിസൾട്ടിനെ ബേസ് ചെയ്തായിരിക്കും പിന്നീടുള്ള നമ്മുടെ ട്രീറ്റ്മെന്റ്. ഇത് റേഡിയോളജി അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിന് പുറത്തേക്കൊന്നും എടുത്തോണ്ട് പോകുന്നില്ല, ശരീരത്തിന് അകത്തേക്ക് എന്താ പറയാ, ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പൊ വയറിനകത്ത്, ഹാർട്ടിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ അതിനകത്തേക്ക് റേഡിയോ ഒരു ചെറിയ ക്യാമറ ഫിക്സ് ചെയ്തിട്ട്, എസ്പെഷ്യലി അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ക്യാമറാസ് ഉള്ള ഇൻസ്ട്രുമെന്റ് ശരീരത്തിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കടത്തിവിട്ട് എന്ത് ചെയ്യുന്നു? അതിന് അകത്തുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു. അത് നിവാരണം ചെയ്യുന്നത് ഏതിലൂടെയാണ്? റേഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ്. ലബോറട്ടറിയിൽ അകത്തും പുറത്തേക്ക് എടുത്തു വെച്ചിട്ടും ഇതിനകത്തുള്ളത് മനസ്സിലാക്കാൻ റേഡിയോളജി വിഭാഗവുമാണ് സഹായിക്കുക. ചില ടെസ്റ്റുകൾ ഇങ്ങനെ പുറത്തേക്ക് എടുത്തു വെച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാകൂല. വയറിനകത്ത് ഏതെങ്കിലും വയറിനകത്തുള്ള ഓർഗൻസിന്, നമ്മുടെ ഹാർട്ടിനകത്ത്, ഇത് നമ്മുടെ ശരീരത്തിനകത്ത്, ബോഡിക്ക് അകത്തുള്ള ഓർഗൻസിന് ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ലാബ് ടെസ്റ്റുകൾ നടത്തിയാൽ ചിലപ്പോൾ കനോട്ട് ബി ഐഡന്റിഫൈഡ്, മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇതിനകത്തേക്ക് കടത്തി വിട്ടിട്ട് അവര് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു മോണിറ്ററിൽ, ഒരു കമ്പ്യൂട്ടറിൽ അതിന്റെ ആ സാധനം എന്താ പറയാ, അവർക്ക് അത് ലിങ്ക് ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്ത് ആ മോണിറ്ററിലൊക്കെ നോക്കി ആ ക്യാമറ പോകുന്ന വഴിയിലൂടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അവർക്ക് ആ മോണിറ്ററിൽ അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയോ ഐസോടോപ്സ് ഉപയോഗിച്ച് ഇമേജിംഗ് പ്രോസസ്സാണ്. ഇമേജിംഗ് എന്ന് വെച്ചാൽ നമ്മള് ക്യാമറയാണ് ലോകത്തോട്ട് കടത്തി വിടുന്നത്. അപ്പൊ അതിന്റെ ഇമേജിംഗ് എവിടെ വരും? നമ്മുടെ PC-യിൽ, കമ്പ്യൂട്ടറിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പൊ they can ഐഡന്റിഫൈ എവിടെയാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഡയഗ്നോസ്റ്റിക് കണ്ടോ, രോഗം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതായതുകൊണ്ട് ആണ് ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിന് രണ്ട് ക്ലാസിഫിക്കേഷൻസ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ലബോറട്ടറിയും മറ്റൊന്ന് റേഡിയോളജിയും. ലാബ് ടെസ്റ്റുകൾ നടത്തിയും റേഡിയോ ഐസോടോപ്സ് ശരീരത്തിലേക്ക് റേസ് ആയിട്ട് എന്താ പറയാ ഇൻഡ്യൂസ് ചെയ്ത് അതിനകത്തേക്ക് കടത്തി വിട്ടിട്ടും ആണ് ഈ പറയുന്ന ടെസ്റ്റുകൾ നടത്തി രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതുകൊണ്ടാണ് അങ്ങനെ ഡയഗ്നോസ്റ്റിക്കിലെ രണ്ട് ക്ലാസിഫിക്കേഷൻ വന്നേക്കുന്നത്. Can you follow me? ഇന്ന് നമ്മൾ പഠിച്ചത് അത് മാത്രമാണ് പുതിയത്. എന്തെങ്കിലും മുന്നത്തത് മനസ്സിലാക്കാത്തത് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. ഇറക്കെങ്കിലും എന്തെങ്കിലും ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ നമ്മളപ്പോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ് എന്താന്ന് പറഞ്ഞു, അതിൽ വരുന്ന 3 എണ്ണം പറഞ്ഞു. നമ്മുടെ ജനറലിൽ വരുന്ന ജനറൽ എന്താണെന്ന് പറഞ്ഞു, കോമൺ ആയിട്ടുള്ള സപ്പോർട്ടാണ്, അതുകൊണ്ട് അതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഡയഗ്നോസ്റ്റിക്കിൽ വന്നു, അതിൽ വരുന്നത് ഡയഗ്നോസിസ് ചെയ്യാൻ, രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന 2 ഡിപ്പാർട്ട്മെന്റുകളാണ്, ഒന്ന് ലാബും ഒന്ന് റേഡിയോളജിയും എന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇൻഫോർമേറ്റീവ് മീൻസ് ഇൻഫോർമേഷൻസ്. അതായത് നമുക്ക് ഈ ഹോസ്പിറ്റൽസിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ദ ഇൻഫോർമേഷൻസ് റിഗാർഡിംഗ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഓൾസോ റിഗാർഡിംഗ് ദ പേഷ്യൻസ് should be known, or should be the data of these particular things should be retrieved at any time.
അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള മെഡിക്കൽ റിസോഴ്സ്. അപ്പൊ രണ്ട് രീതിയിലാണ് ഇൻഫോർമേഷൻസ്. എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് ഒരു ഹോസ്പിറ്റലിൽ വേണ്ടത്? അവര് ഇൻഫോർമേറ്റീവ് ആയിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിലുള്ള ഇൻഫോർമേഷൻസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. അതിൽ ഒന്ന് മെഡിക്കൽ റിസോഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ എന്തൊക്കെ തരത്തിലുള്ള മരുന്നുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി മെഷീൻസ് ഉണ്ട്. സ്കാനിങ് മെഷീൻസ് ഉണ്ടാകാം, പിന്നെ എന്താ പറയാ എക്കോ എടുക്കുന്ന മെഷീൻ ഉണ്ടാകാം, മറ്റേ സാധനം ഉണ്ടാകാം, മനസ്സിലാക്കാം, അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. TMT എടുക്കുന്ന മെഷീൻ, ഒത്തിരി മെഷീൻസ് ഉണ്ട്, നമുക്കറിയാലോ. എക്സ്റേ മെഷീൻസ് ഉണ്ട്. അപ്പൊ ഒരുപാട് മെഷീൻസ് ഉണ്ട്. അതിന് എല്ലാം കൂടിയാണ് ഈ മെഡിക്കൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ ഇതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഇൻഫോർമേറ്റീവ് ആക്കണം, അല്ലെ? അതിന് വേണ്ടിയിട്ട് അതൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും. ഇന്ന കാര്യങ്ങളൊക്കെ ഇന്ന സ്ഥലത്ത് ഒക്കെ ഉണ്ട് എന്ന്. പിന്നെ എന്തൊക്കെ ഫാർമസിയിൽ എന്തൊക്കെ തരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്, ഇതൊക്കെ ഷുഡ് ബി റെക്കോർഡ്. അതൊക്കെ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യണം. അതൊരു ഇൻഫോർമേഷൻ ആണ്. നമുക്ക് എപ്പോഴാണോ അത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡൗട്ട് വരുന്നത്, time you can retrieve that data. ആ ഒരു ഡാറ്റ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഫയലില് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചേക്കണ കോഡൊക്കെ ഉണ്ടാവും. പാസ്വേഡ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് അത് റിട്രീവ് ചെയ്ത് എടുക്കാം. ഇന്ന റിസോഴ്സസ് ഇന്നതുപോലൊക്കെ ഉണ്ട് എന്നുള്ളത്. നമ്മള് ഫാർമസിയിൽ പുറത്തുള്ള നമ്മുടെ ഹോസ്പിറ്റൽസിലെല്ലാം വിചാരിക്കും പുറത്ത് ഫാർമസിയിൽ നിന്ന് നമ്മൾ പല മരുന്നുകളൊക്കെ വാങ്ങിക്കുമല്ലോ. ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ ഡോക്ടർ ആവുമല്ലോ, അല്ലെ? പലപ്പോഴും നമ്മൾ തന്നെ ഡോക്ടർ ആവാം. നല്ല പനി വരുമ്പോ ഇപ്പൊ ഇല്ല, വേഗം പോകുന്നു, പാരസിറ്റാമോളോ അല്ലെങ്കിൽ എന്തൊക്കെയോ സാധനമൊക്കെ വാങ്ങിച്ചു കഴിക്കുന്നു. തലവേദന വന്നു, ഇന്ന മരുന്ന് ഇന്ന സാധനം വാങ്ങിച്ച് നമ്മൾ കൊണ്ടുവന്ന് കഴിക്കുന്നു. അങ്ങനെ ചില രോഗങ്ങൾക്ക് ഇന്ന മരുന്നായിരിക്കും ഡോക്ടർ എഴുതാന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് ആ പൈസ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഫാർമസിയിലും പുറത്തുള്ള ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ മരുന്ന് വാങ്ങിക്കും. നമ്മൾ ആ മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പേ ഇന്ന മരുന്ന് ചോദിക്കുമ്പേ ഇപ്പൊ കുറെ പരമ്പരാഗതമായിട്ട് ചില ആളുകൾ ഈ കൊളസ്ട്രോളിന്റെ മരുന്ന്, പ്രഷറിന്റെ മരുന്ന് ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സ്ട്രിപ്പ് കൊടുക്കുമ്പോ അവരപ്പം തന്നെ വേഗം ചെയ്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഇങ്ങനെ അടിക്കും. എന്താണ് അവരടിച്ചു നോക്കണേ? ഒരു വെറുതെ ഒരു ഷോക്കാണ്. ഷോ എന്ന് പറയുന്നത് അവിടെ ആ മരുന്ന് വെദർ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ സ്റ്റോക്കിൽ അത് അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ചില റെയർ മരുന്നുകളെ എല്ലാം കുറെ ക്വാണ്ടിറ്റിയിൽ കൊണ്ടൊന്നും സൂക്ഷിക്കില്ല. ഓക്കെ, അപ്പൊ അത് കുറച്ച് ആവശ്യത്തിന് ചിലപ്പോ ഈ മിക്കവാറും ഇങ്ങനെയാണ് നമ്മൾ കാണാൻ. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഏതെങ്കിലും ഒരു ക്ലിനിക്ക് കിട്ടിയിരിക്കുന്ന ഡോക്ടേഴ്സ് ആ പരിസരത്ത് ആ ഡോക്ടർ എഴുതുന്ന ഓരോരുത്തരും ഓരോ കമ്പനി ഫോളോ ചെയ്യുന്നവരുണ്ടേ. അപ്പൊ ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ മരുന്നായിരിക്കും. സെയിം മരുന്നാണ്, ഇഫക്റ്റ് ഒന്നും തന്നെ, ബട്ട് കമ്പനി ഡിഫറെന്റ് ആണ് എന്ന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. വേറെ സ്ഥലത്ത് ചെല്ലുമ്പോ അവര് പറയും അയ്യോ ഇത് തന്നെ ഇല്ല, ഇതിന്റെ കമ്പനി വേറെ ഉള്ളത് വേണമെങ്കിൽ തരാം. അപ്പൊ ഇവരിതൊക്കെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ നോക്കും. അപ്പൊ അത് റിട്രീവ് ചെയ്തെടുക്കുന്നുണ്ട്, എന്തായാലും ഈ പറഞ്ഞ മരുന്ന് അവിടെ ഉണ്ടോ എന്നറിയാം. അതുപോലെ ഹോസ്പിറ്റൽസില് പല ഇൻഫോർമേഷൻസും ഇങ്ങനെ സേവ് ചെയ്ത് അവിടെ കുഞ്ഞു ഫയലുകളിലാക്കി വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് എപ്പോ വേണമെങ്കിലും ഇന്ന റിസോഴ്സസ് ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടോ ഇല്ലേ. നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ ലിനൻസിന്റെ കാര്യം പറഞ്ഞു. ഒത്തിരി ഡോക്ടേഴ്സിന് ഓരോരുത്തർക്കും അവർക്ക് ഇടാനുള്ള ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവണം. അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കട്ടോ. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. ഇന്ന ബെഡിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര ബെഡ് കവേഴ്സും അതുപോലെ പില്ലോ കവേഴ്സും ഒക്കെ വേണം എന്നൊക്കെ ഉണ്ട്. അതിനൊരു നമ്പർ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ബെഡിന്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ്, അല്ലാണ്ട് വന്ന് കിടക്കുന്ന പേഷ്യന്റിന്റെ എണ്ണത്തിലല്ല. ബെഡ് സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് ഈ ലിനൻസ് ഒക്കെ എത്ര എണ്ണം വേണം, എത്ര പെയേഴ്സ് വേണം എന്നൊക്കെ അറിയണം. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ പഠിക്കും. അപ്പൊ അതനുസരിച്ചാ വെക്കണം. അതുപോലെ ഓരോ കാര്യങ്ങളും എത്ര സെറ്റുകളൊക്കെ എല്ലാം ഉണ്ട് അതൊക്കെ ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും മിസ്സാണെങ്കിൽ നമുക്കതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ എളുപ്പത്തിൽ പറ്റും. ഓക്കെ, അപ്പൊ അത്തരം ഓൾ മെഡിക്കൽ റിസോഴ്സസ്, എല്ലാ തരത്തിലുള്ള മെഡിക്കൽ റിസോഴ്സും ഇവിടെ എന്താണ് ഇവര് റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുന്നു. അതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ്. അവർക്ക് തന്നെ മനസ്സിലാക്കാനും അവർക്ക് ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കാനുണ്ടെങ്കിലും ഒക്കെ ആ ഒരു റെക്കോർഡ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കാരണം നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണ്, മനുഷ്യന്മാർക്ക് ഭയങ്കര ബുദ്ധിയാ, അതിബുദ്ധിയാണ് മനുഷ്യന്. പക്ഷെ ചില സമയത്ത് നമ്മൾ റിലേബിൾ അല്ലെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്യുമ്പോൾ പഴയതൊക്കെ ചിലപ്പോൾ നമ്മുടെ എന്താ പറയാ ബ്രെയിനിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു പോകും. നമ്മൾ സ്വന്തമായിട്ട് ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതല്ല, പക്ഷെ നമ്മൾ പോകും, അങ്ങനെ മറന്നു പോകും. അങ്ങനെ ഇല്ലായിരുന്നു എങ്കിൽ എന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ മറന്നു പോകുന്നില്ലെങ്കിലോ നമ്മളൊക്കെ എവിടെ എത്തിയാലേ അല്ലെ. അപ്പൊ പരീക്ഷകളൊക്കെ എത്ര നന്നായി നമുക്ക് അഭിമുഖീകരിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും നടപ്പിലാവുന്ന കാര്യമല്ല. നല്ല ബുദ്ധിയുള്ള ആളുകളാണ് മനുഷ്യര്. പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ ചിലപ്പോഴൊക്കെ നമ്മൾ വിട്ടുപോകും.
അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ മനുഷ്യന് മെമ്മറി പവർ അങ്ങനെ കുറച്ചൊക്കെ മാറി വരുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് ഷുഡ് ബി റെക്കോർഡഡ്. അപ്പൊ അത് ഇൻഫോർമേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. IT അതിന് നമ്മൾ ഇന്ന് അതിനെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് IT ആണ്. അതായത് നമ്മുടെ ഇൻഫോർമേഷൻ ടെക്നോളജിയാണ്. ദാറ്റ് മീൻസ് കമ്പ്യൂട്ടേഴ്സ് ആണ് നമ്മൾ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഈ കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ച് മെഡിക്കൽ റിസോഴ്സസ് മാത്രമല്ലാണ്ട് അവര് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാം. ആൻഡ് ഓൾസോ പിന്നെന്തായിരിക്കും ഡീറ്റെയിൽസ് ഓഫ് ദ പേഷ്യൻസ്, അവിടെ വന്നു പോകുന്ന പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ അവര് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി നമ്മളുടെ ഒരു OP നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ അവര് നമുക്ക് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അവർ അതൊക്കെ അവിടെ ആ ഒരു പേഷ്യന്റിന്റെ ആ OP നമ്പറിൽ നമ്മളെ അവിടെ സേവ് ചെയ്ത് വെക്കും, അവിടെ ഫയൽ ചെയ്ത് വെക്കും. നെക്സ്റ്റ് ടൈം ഇഫ് യു ആർ കമ്മിങ് അഗെയിൻ ടു ദ ഹോസ്പിറ്റൽ, ഇനി പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ വരുമ്പോൾ നമ്മളോട് പറയും ചീട്ട് കൊണ്ടുവരുന്നത്. പണ്ടൊക്കെ ചീട്ട് നോക്കിയിട്ട് നമ്പർ എത്രയും ചീട്ടിന്റെ ആ ഒരു ഇത് വാങ്ങിച്ചു നോക്കിയിട്ട് അവർ അവിടെ റാക്കിലൊക്കെ പോയിട്ട് നമ്മുടെ നമ്പറുള്ള സാധനം എവിടെയാ വന്നതെന്ന് വെച്ചാൽ അതിന്റെ അവർ കെട്ടിക്കൊണ്ടു വരും. ആ കെട്ടിയെന്ന് ഇങ്ങനെ പൊക്കി നോക്കും, ഓ ഇന്ന നമ്പർ കിട്ടി. പക്ഷെ ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അത് ഒത്തിരി സമയം എടുക്കും. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാം, ആ OP നമ്പറിൽ ആ ആളുടെ പേരിൽ അവർ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ അടിച്ചു കൊടുത്താൽ മതി. പാസ്വേഡ് പോലെ നമ്മൾ പാസ്വേഡ് ഉപയോഗിക്കുന്നവരല്ലേ പലതിനും ഫോണിൽ തന്നെ 100 പാസ്വേഡ് ഉണ്ടായിരിക്കും അല്ലെ. വാട്സപ്പിലേക്ക് പോകാൻ ഒരു പാസ്വേഡ്, ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകാൻ നമ്മളല്ലാതെ നമ്മുടെ മക്കളൊക്കെ അങ്ങനത്തെ ബിരുദന്മാരാ ഒക്കെ എല്ലാം ലോക്ക് ചെയ്ത് സൂക്ഷിക്കുന്നവരാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാം. അതുപോലെ ഈ സാധനമൊക്കെ ഓരോ പേഷ്യൻസിന്റെ നമ്പർ അനുസരിച്ച് സേവ് ചെയ്താൽ അച്ഛനീ ടൈം എപ്പോ വേണമെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാലും പറ്റും. ആ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും വരും. നേരത്തെ എപ്പോഴാണ് വന്നത്, ഏത് ദിവസമാണ് ലാസ്റ്റ് ആയിട്ട് വന്നത്, അതെന്ത് രോഗമായിട്ടാണ് എല്ലാം അവിടെ ഉണ്ടാകും. കാരണം ചാർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവരിനകത്ത് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സിസ്റ്റം ഹോസ്പിറ്റൽസിൽ അതും വേണം. എന്തിനു വേണ്ടിയിട്ട്? സപ്പോർട്ടായിട്ട്, നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? ഇസ് ദർ എനി ഡൗട്ട്? ഇവിടം വരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ? മാം ആ ഇൻഫോർമേറ്റീവ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു. ഇൻഫോർമേറ്റീവ് മീൻസ് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക. അതായത് ഹോസ്പിറ്റൽസിലെ പലതരത്തിലുള്ള മെഡിക്കൽ കാര്യങ്ങൾ, അതായത് മെഡിക്കൽ റിസോഴ്സസ്, ഒത്തിരി മെഡിക്കൽ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ കുറെ കാര്യങ്ങളുണ്ട്, മെഷീൻസ് ഉണ്ട്, അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജി പരമായിട്ടുള്ള കുറെ ഇൻസ്ട്രുമെന്റുകൾ ഉണ്ട്, ഡോക്ടേഴ്സ് മറ്റു യൂസ് ചെയ്യുന്ന അവരുടെ പല പ്രൊസീജിയേഴ്സിനും വേണ്ടി വരുന്ന അവരുടെ യൂണിഫോംസ്, കോഡ്സ്, പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസിന് ഉപയോഗിക്കുന്ന ബെഡിന് ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്, ഒരുപാട് മെഡിക്കൽ റിസോഴ്സസ് അവിടെ വേണ്ട. ഒരു ഹോസ്പിറ്റലിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇതെല്ലാം എന്തൊക്കെയാണെന്ന് ക്ലാസിഫൈ ചെയ്ത് എഴുതി റെക്കോർഡ് ചെയ്ത് വെക്കാം. പണ്ടൊക്കെ ബുക്കിലൊക്കെ റെക്കോർഡ് ചെയ്ത് ഇന്നതൊക്കെ ഇവിടെ ഉണ്ടെന്ന്. പക്ഷെ ഇന്ന് അതിന്റെ ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ ഇൻഫോർമേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നു. അതാണ് മെഡിക്കൽ റിസോഴ്സസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും മാത്രമല്ല ഇൻഫോർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും അവർക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ, അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് അറിയാൻ വേണ്ടി, ഹോസ്പിറ്റൽസിന്റെ ആളുകൾക്ക് അറിയാൻ വേണ്ടിയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പർപ്പസിന് മറ്റാരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുകയോ വന്ന് അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഓഡിറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴേ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. അത് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ റിസോഴ്സസിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസും IT ഇൻഫോർമേഷൻ ടെക്നോളജി ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസും ഒക്കെ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളും ഇൻഫോർമേറ്റീവ് ആക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അതാണ് രണ്ടെണ്ണം. മെഡിക്കൽ റിസോഴ്സസിന്റെ വേറെ IT ഇൻഫോർമേഷൻ ടെക്നോളജി മീൻസ് അവിടെയുള്ള ബാക്കി എല്ലാ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എന്താ പറയാ ഹോസ്പിറ്റൽസിലെ ഇൻകം, വരവ്, ചെലവ്, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെല്ലാം ഒരാളുടെ തലയ്ക്കകത്ത് ബ്രെയിനിൽ നമുക്ക് മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റില്ല. കുറെ കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു മാസത്തെ പോയിട്ട് 2 ദിവസം നമുക്ക് കൃത്യമായ കാര്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാം നമ്മുടെ വീട്ടില് നമ്മളൊരു ഇൻഡിവിജ്വൽ എന്ന നിലയില് നമ്മൾക്ക് ഒരു ദിവസം ഉണ്ടാകുന്ന കാര്യങ്ങൾ എത്ര ദിവസത്തേക്ക്, അന്ന് രാവിലെ ഇത്ര മണിക്ക് നമ്മൾ എഴുന്നേറ്റു,
രാത്രി കിടക്കുന്നിടം വരെ എന്തൊക്കെയാണ് നമ്മൾ അന്ന് മുഴുവൻ ചെയ്തു കൂട്ടിയതെന്ന് ഒന്നുപോലും വിടാതെ നമുക്ക് എത്ര ദിവസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാം, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ അങ്ങനെ അത്രയും പോലും മെമ്മറി പവർ ഇല്ല നമുക്ക്. അപ്പൊ ബുദ്ധിയുണ്ട്, ഇന്റലിജന്റ് ആണ്. ഇന്റലിജന്റ് ആയിട്ട് മനുഷ്യനും എല്ലാം വേറെ ആരുമില്ല. പക്ഷെങ്കിലും ഈ മെമ്മറിയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ സൂക്ഷിക്കുമ്പോൾ കുറെയൊക്കെ പകുതിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കുറെയൊക്കെ സ്കിപ്പ് ചെയ്യും, ഡിലീറ്റ് ചെയ്ത് പോകും, നമ്മളറിയാതെ തന്നെ പോകും. അപ്പൊ അത് പോകാതിരിക്കാൻ ഈ എല്ലാ ഇൻഫോർമേഷൻസും അവിടെ ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നു. അതാണ് ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതിലെ 2 എണ്ണം മെഡിക്കൽ റിസോഴ്സസിനെ സംബന്ധിക്കുന്ന IT മീൻസ് ഇൻഫോർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് എല്ലാം ചെയ്യുക. എല്ലാം മീൻസ് പേഷ്യൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാം തന്നെ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ അതുകൂടി ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. കാരണം ഈ ഒരു പേജും വെച്ച് അല്ലെങ്കിൽ ഞാൻ ഇനി അടുത്ത ദിവസം വീണ്ടും തുടങ്ങുന്നത് വീണ്ടും ഒന്നും കൂടി പറയും. കാരണം നിങ്ങളിലേക്ക് പരമാവധി അവിടെ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഓക്കെ, ദ തേർഡ് ക്ലാസിഫിക്കേഷൻ, ഹോസ്പിറ്റൽസിന്റെ 3ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ്. പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതെല്ലാം. നോക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് അതിനകത്ത് വന്നേക്കുന്നത്. 3 എണ്ണമായിട്ടാണ് ഇതിനകത്ത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1 അഡ്മിനിസ്ട്രേറ്റീവ് തന്നെ, 2 ഫിനാൻസ് ആണ്, 3 ഹ്യൂമൻ റിസോഴ്സ് ആണ്. അതിൽ ഏറ്റവും അവസാനം പറഞ്ഞ സാധനം ഇതുപോലെ തന്നെ ഒരു 10-28 ചാപ്റ്റർ എന്താ പറയാ പേജസ് ഉള്ള ഒരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് പഠിക്കാൻ കേട്ടോ ഈ മൊഡ്യൂളിൽ. നെക്സ്റ്റ് അടുത്ത മൊഡ്യൂളുകളിൽ. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് എന്നാണ് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. എന്ന് വെച്ചാൽ ഇനി പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മളുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഭരണപരമായ കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഏതൊക്കെയോ കാര്യത്തിൽ കുറച്ച് മാനേജ്മെന്റ് ആവശ്യമുണ്ട്. ആ മാനേജ്മെന്റ് പ്രോസസ്സിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ആയതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്. ഏത്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന്. ക്ലിയർ? മാനേജ്മെന്റ് മായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. നേരത്തെ ആദ്യം പറഞ്ഞത് തെറാപ്യൂട്ടിക് പറഞ്ഞല്ലോ, ചികിത്സ ബന്ധപ്പെട്ടത്. ഏറ്റവും ആദ്യം പറഞ്ഞത് മെഡിക്കൽ OPയും IPDയും എന്ന് പറഞ്ഞാൽ എന്താ? ട്രീറ്റ്മെന്റിന്റെ ടൈപ്പ് അനുസരിച്ച് അല്ലെ? അങ്ങനെ ഡയഗ്നോസ്റ്റിക്കല് അതിൽ നമ്മൾ എന്ത് പറഞ്ഞു? ലബോറട്ടറി, റേഡിയോളജി, ഓരോന്നിനും ഓരോ രീതിയിലാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ എന്താ? അഡ്മിനിസ്ട്രേഷൻ ആസ് എ ഹോൾ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുന്നത് നമ്മൾ ഈ ഒരു വിഭാഗത്തിൽ. നമുക്കറിയാം മാനേജ്മെന്റ് ചെയ്യുക എന്തിനെ കുറിച്ച്? നമ്മൾ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ, നമ്മൾ പറഞ്ഞതുപോലെ ഇൻട്രൊഡക്ഷനിലൊക്കെ പറഞ്ഞ പോലെ മൊത്തത്തിൽ ആ ഹോസ്പിറ്റലിനെ ഒന്ന് മാനേജ് ചെയ്യുക. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, വെദർ ദ പേഷ്യൻസ് ആർ ഗെറ്റിംഗ് ഗുഡ് ക്വാളിറ്റി സർവീസസ്, അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിലുള്ള സേവനം കിട്ടണോ? വെറുതെ സേവനമല്ല, ക്വാളിറ്റി സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവർക്ക് വരുന്നവരെ നിരാശരാക്കി വിടാൻ പാടില്ല. നമുക്കവിടെ പേഷ്യൻസ് ആയിട്ടാണ് നമ്മൾ ചെല്ലുന്നത് അല്ലെ? രോഗവുമായിട്ടല്ലേ ചെല്ലുന്നത്? അങ്ങോട്ട് എന്നിട്ട് അതിനേക്കാൾ വലിയ മാനസിക രോഗവുമായിട്ട് നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റുമോ? നമുക്ക് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി നമുക്ക് എന്താ പറയാ അത്ര നല്ല സാറ്റിസ്ഫൈഡ് അല്ല, മോശമായിട്ടുള്ള രീതിയിൽ പേഷ്യൻസിനോട് പെരുമാറുക. എന്തെങ്കിലുമൊക്കെ മരുന്നുണ്ടില്ലേ, ഡോക്ടറെ കണ്ടില്ലേ, ഓടിക്കോ, അങ്ങനെ അവര് എന്താ പറയാ ഒരു നല്ല രീതിയിൽ ഒരു ഹ്യൂമാൻ എന്ന രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാതിരിക്കുക. ഹ്യൂമൻ എന്ന് പറയുമ്പോൾ മനുഷ്യനാണ്. ഹ്യൂമാൻ എന്ന് പറയുന്നത് എന്താ? മനുഷ്യത്വം ഇല്ലാതെ പെരുമാറി അവരെ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടിയില്ലേ പൊക്കോ എന്ന ഒരു രീതിയിൽ. അങ്ങനെയൊന്നുമല്ല, അവർക്ക് കിട്ടേണ്ട ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്ത് ആൻഡ് ദേ ഹാവ് ടു മേക്ക് ദം ഹാപ്പി, സാറ്റിസ്ഫൈഡ്. വരുന്ന പേഷ്യൻസിനെ ഒക്കെ തൃപ്തരായിട്ട് വിടുക, സന്തോഷമായിട്ട് പോകണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ആ വിഭാഗം, അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ? എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. മൊത്തത്തിലൊരു അഡ്മിനിസ്ട്രേഷൻ, മൊത്തത്തിലൊരു മാനേജ്മെന്റ് ആസ് എ ഹോൾ, ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഒരു നോക്കി വിലയിരുത്തൽ. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നികർത്തുക, അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് അപ്പൊ തന്നെ പാസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞു അല്ലെ, അപ്പൊ എനിക്കത് പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അത് പരിഹാരം, അതൊരു മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ മാനേജ്മെന്റ് നമ്മൾ നടത്തി അതിലെന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പൊ മാറ്റങ്ങൾക്ക് എപ്പോഴും നമ്മൾ എന്താ പറയാ ഹോസ്പിറ്റൽസ് ഒക്കെ വിധേയമാണ്. കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും ഡിസീസസിന്റെ എണ്ണം പെരുകുന്നു, വന്നു പോകുന്ന എന്താ പറയാ സ്റ്റാഫുകൾ വേറെ വേറെ ആകും, വന്നു പോകുന്ന പേഷ്യൻസ് എല്ലാം ഒരേ മനോവികാരത്തോടെ വരുന്നവരല്ല ഹോസ്പിറ്റൽസിൽ. പലരും വളരെ ടെൻഷൻസ് ഉള്ളവരായിരിക്കാം, ചിലർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലെ. പക്ഷെ അങ്ങനെയുള്ളവരോട് എങ്ങനെ നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യണം, ഇതൊക്കെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ്. അപ്പൊ അവരെയൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ വീട്ടിലേക്ക് വിടുക. അപ്പൊ അവർക്ക് എന്താണ്? വീണ്ടും ആ ഹോസ്പിറ്റലിൽ വരാനുള്ള ഒരു ഇത് കിട്ടും. വീണ്ടും അവർ വന്ന് എന്ത് ചെയ്യാം? ഇവർക്ക് ഇവരുടെ പ്രോഫിറ്റ് കൂട്ടാം, അവർക്ക് വലിയ വലിയ വിജയത്തിലേക്ക് എത്താം. അത് നമ്മുടെ തന്നെ അവസാനം അവർക്ക് കൊടുക്കണ്ട, നമ്മുടെ പുരോഗമനം അല്ലെ? ഹോസ്പിറ്റൽസിന്റെ സക്സസ് ആയിരിക്കും, ഗ്രോത്ത് ആയിരിക്കും അവിടെ റിസൾട്ട് ആയിട്ട് ഉണ്ടാകുക. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവിൽ വരുന്നതാണ് രണ്ടാമത്തെ ഭരണം അല്ലെങ്കിൽ മാനേജ്മെന്റ് ഏത് മേഖലയാണെന്ന് അറിയാമോ? ഫിനാൻസ് ആണ്, പണമിടപാടുകൾ.
ഫിനാൻസ് എന്ന് പറയുമ്പോൾ അറിയാം, നമുക്ക് ഹോസ്പിറ്റൽസിലേക്ക് അത്യാവശ്യം വേണ്ട ഉപകരണങ്ങൾ വാങ്ങിക്കണം, മെഡിസിൻസ് കൊണ്ടുവയ്ക്കണം, അവിടെയുള്ള സ്റ്റാഫ്സിന് പേയ്മെന്റ് കൊടുക്കണം, സാലറി കൊടുക്കണം, അല്ലെ, ഇതൊക്കെ കൊടുക്കല്. ഇനി അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് കിട്ടും. എങ്ങനെ? വന്നു പോകുന്ന പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കണ്ടേ, അവര് നമുക്ക് തരുന്ന എമൗണ്ട്, അവരുടെ പേയ്മെന്റ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഇൻകം. ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിത്യവുമായിട്ടുള്ള വരുമാനമാണ് പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന കാശ്. അത് ചിലപ്പോ പേഷ്യൻസിന്റെ കയ്യിൽ നിന്നാവില്ല, ഇൻഷുറൻസ് കമ്പനീസ് ആയിരിക്കാം. അറിയാലോ, നമ്മൾ ഇതിന്റെ ഒരു ചാപ്റ്റർ ഉണ്ട് വേറെ പഠിക്കാൻ, മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് പേഷ്യൻസിന്റെ നേരിട്ട് വാങ്ങിക്കുന്നില്ല, ഇൻഷുർഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം മെഡിക്ലെയിമുകളുള്ള ആളുകൾക്ക് അവർ പേയ്മെന്റ് കൊടുക്കേണ്ട, അവിടെ ചെലവാകുന്ന പൈസ ഇൻഷുറൻസ് കമ്പനീസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അവരുടെ കിട്ടുന്നത് അങ്ങനെ. പിന്നെ പലരും ഡൊണേഷൻസ് ആയിട്ട് കൊടുക്കും. ഒരു ഹോസ്പിറ്റൽ നമ്മുടെ നാടിന്റെ ഒരു അഭിമാനം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പല ആൾക്കാരും, കുറെ ആൾക്കാർ പലതും സ്പോൺസർ ചെയ്യാനുണ്ടാകും, ഡൊണേഷൻസ് ആയിട്ട് കൊടുക്കാനുണ്ടാകും, പർട്ടിക്കുലർ എന്തെങ്കിലും വികസനം കൊണ്ടുവരാൻ സ്പെഷ്യൽ ആയിട്ട് ഡൊണേറ്റ് ചെയ്യും. ഇതൊക്കെ ആളുകൾക്ക് എന്റെ കയ്യിൽ കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള വരുമാന മാർഗവും ചെലവും എല്ലാം കൺട്രോൾ ചെയ്ത് നോക്കി നടത്തേണ്ട ഡിപ്പാർട്ട്മെന്റ് എന്താണ്? ഫിനാൻസ്. ഭരണം ആസ് എ ഹോൾ ഹോസ്പിറ്റല്. രണ്ടാമത്തെ ഭരണം എവിടെയാ? കാശിന്റെ കാര്യത്തില്. കാശ് എന്ന് പറയുന്നത് വലിയൊരു സാധനം ഉണ്ടല്ലോ അല്ലെ, അതിനെ കൃത്യമായ രീതിയിലും ശരിയായ രീതിയിലും മാനേജ് ചെയ്യണം. അവിടെ യാതൊരു രീതിയിലുള്ള എന്താ പറയാ ഡിസ്ക്രിപ്പൻസീസ് അല്ലെങ്കിൽ ചീറ്റിംഗ് ഒന്നും വരാൻ പാടില്ലല്ലോ. അപ്പൊ കൃത്യമായിട്ട് 1 രൂപയ്ക്കും 1 കോടിക്കും എന്താ പറയാ പേര് കിട്ടിക്കഴിഞ്ഞാൽ പേര് അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അത് 1 രൂപയ്ക്ക് മാറിയാലും 1 കോടി ആയാലും അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും വരാതെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്ത് എല്ലാ തരത്തിലുള്ള കണക്കുകളും വൃത്തിയായിട്ടും ഒക്കെ സൂക്ഷിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആയോ? Okay, and the last one is human resource. അടുത്തത് ഏതാ? ഹ്യൂമൻ റിസോഴ്സ്. എന്താ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ? മാൻ പവർ, മനുഷ്യൻ. അത് തന്നെയാണ് ഏറ്റവും വലിയ ശക്തി അല്ലെ. ഇപ്പൊ എത്ര വലിയ ടെക്നോളജീസ്, ഒത്തിരി വമ്പൻ പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്നാലും വിതൗട്ട് മാൻ പവർ an organization cannot attain its success. ഏതൊരു ഓർഗനൈസേഷൻ, ഏത് സംരംഭം ആയിക്കോട്ടെ, അത് ഹോസ്പിറ്റലിനെ കുറിച്ച് മാത്രമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്, ഏത് സംരംഭം ആയാലും ബിസിനസ് ഓർഗനൈസേഷൻ ആയാലും ഹ്യൂമൻ പവറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദേ കനോട്ട് അറ്റൈൻ ദ സക്സസ്. അവർക്ക് എന്ത് പറ്റില്ല? ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ ദ സക്സസ് ഓഫ് എനി ഓർഗനൈസേഷൻ, ഏതൊരു ഓർഗനൈസേഷന്റെയും വിജയത്തിന്റെ പിന്നില് മാൻ പവർ എന്ന് പറയുന്ന കമ്പോണന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യന്റെ സമ്പത്ത്, മനുഷ്യ വിഭവം. ഇപ്പൊ ഇവിടെ ഈ എഡ്യൂക്കേഷൻ ഹബ്ബാണ്, ഒത്തിരി കോഴ്സസ് ഇവിടെ നടക്കുന്നുണ്ട്. മെനി ടീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാം, നിങ്ങൾ തന്നെ അവരുടെ മുമ്പിൽ വന്നിട്ടുണ്ട്, ഒരുപാട് ടീച്ചേഴ്സ് നിങ്ങൾ കണ്ടു. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാം ഷുഡ് ബി മാനേജ്ഡ് പ്രോപ്പർലി. ഇപ്പൊ ഞാൻ ചോദിച്ചല്ലോ വന്നപ്പോ, എന്ത് ചോദിച്ചു? എല്ലാവരും ക്ലാസ്സുകളൊക്കെ എങ്ങനെ എടുക്കുന്നു, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രാങ്ക് ആയിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തിനാ ഞാൻ അങ്ങനെ ചോദിച്ചാൽ? വന്ന് കേട്ടിട്ട് അങ്ങോട്ട് പോകാനാണോ? ആയിരിക്കും. അങ്ങനെ മാത്രം വേണ്ടിയിട്ടായിരിക്കോ ചോദിച്ചത്? അല്ല. എന്തിനായിരിക്കും ചോദിച്ചാൽ? എന്തെങ്കിലും നമുക്ക് മാറ്റങ്ങൾ, ചേഞ്ചസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് തന്നെ ചെയ്യണം. അപ്പൊ മാൻ പവറിനെ മാനേജ് ചെയ്യേണ്ടി വരും. നമ്മള് ടീച്ചർമാർക്ക് ഇത്ര ചാപ്റ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അവര് കയറിയതൊക്കെ എടുത്തോളും. ഓക്കെ, എല്ലാം വെൽ ഡൺ, പരിപാടി തീർന്നു, അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീർന്നു എന്ന് പറഞ്ഞ് കൈ കെട്ടി നോക്കിയിരുന്ന കാര്യമില്ല. ഹൗ ദേ ആർ, അവരെങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നു, ഹാൻഡിൽ ചെയ്യുന്നു, വെദർ ദേ ആർ സാറ്റിസ്ഫൈഡ്. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ നമ്മുടെ ടീച്ചിങ്ങില്, പഠനത്തില് ഒക്കെ എന്ന് അറിയണ്ടേ. അപ്പൊ അതെങ്ങനെയാ? നിങ്ങളിൽ നിന്നാണ് ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കിട്ടണ്ടേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അവരോട് ഇങ്ങനെയൊക്കെ നിങ്ങളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് ഐ ഹാവ് ടു ഇൻഫോം ദം. അവരെയും ടീച്ചേഴ്സിനെയും വിളിച്ചിട്ട് നമുക്ക് ചില കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സോ ദേ ഹാവ് ടു ബി മാനേജ്ഡ്. അവരുടെ പിന്നിൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതാക്കി പോയാൽ മതി എന്ന് വിചാരിക്കുമ്പോ ആരായാലും എന്നെ ഇപ്പൊ ആരും മാനേജ് ചെയ്യാനില്ല, ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ ഉഴപ്പാൻ സാധ്യതയാണ്. നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നീ എവിടെ പോയാ, നീ എപ്പോ ലേറ്റ് ആയിട്ട് വന്ന സ്കൂളിൽ നിന്ന് 2 മിനിറ്റ് വൈകുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ, നേരത്തെ ഇങ്ങോട്ട് വരണ നീ ഇന്ന് 2 മിനിറ്റ് ലേറ്റ് ആണല്ലോ, എന്ത് പറ്റി? അതൊക്കെ എന്താ?
നമ്മൾ നമ്മുടെ അധികാരം കാണിക്കുന്നു, അതോടൊപ്പം തന്നെ അവരെ നമ്മൾ നമ്മുടെ കൺട്രോളിലേക്ക് പിടിച്ചു നിർത്തുന്നു. അല്ലെങ്കിൽ എന്ത് പറ്റും? കൺട്രോളിൽ നിന്ന് വഴുതിയാൽ ഇവര് എവിടെ പോകുന്നു പറയാൻ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ അവിടെ ഒരു കൺട്രോൾ കൊടുക്കുന്നത്? ഒരു പരിധിവരെ നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ, അതുവരെ നമ്മളുടെ കൈപ്പിടിയിൽ നിർത്താമല്ലോ. അത് കഴിഞ്ഞിട്ട് പറയാൻ പറ്റില്ല നമ്മൾ എങ്ങനെയാണ്. അപ്പൊ ഒരു സമയം വരെ. അപ്പൊ അതുപോലെ ഇവിടെയും അതുപോലെ ഹ്യൂമൻ പവർ ഏത് ഓർഗനൈസേഷനിലും ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാനേജ് ചെയ്യണം, അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അവരവരുടെ വർക്ക്സ് വെൽ, അവരുടെ ജോബൊക്കെ അവർ നന്നായി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ അല്ലെ? അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോന്ന് അറിയണോട്ടാ ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ നമ്മള് വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ടീച്ചർ ക്ലാസ്സിൽ എത്തുന്നുണ്ട്, ടീച്ചർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ടീച്ചർ സുഖമല്ലേ, ഇടയ്ക്ക് ഒരു നല്ല വാക്ക് അവരോട് എന്തെങ്കിലുമൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഏത് ഓർഗനൈസേഷനിലും, ടീച്ചർ മാത്രമല്ല ഏത് മേഖലകളിൽ ജോലി ചെയ്യുന്നവരും, നിങ്ങളും പലരും ജോലി ചെയ്യുന്നവരായിരിക്കും. നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ടെൻഷനൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ പല സമയത്തും ജോലിയിൽ പ്രവേശിക്കുന്നത്. ആ കാര്യമൊക്കെ നമ്മുടെ ജോലിയിൽ റിഫ്ലക്ട് ചെയ്ത് കാണും. ചിലപ്പോൾ നമ്മള് ഭയങ്കരമായിട്ട് വിഷമിച്ചൊക്കെ വരുമ്പോ ചിലപ്പോ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളിൽ നിന്നും ഒരു ഔട്ട്പുട്ട് പുറത്തേക്ക് വരില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ മുഖമൊക്കെ കാണുമ്പോ മുഖത്ത് എന്തോ ഒരു ഇതുണ്ടല്ലോ, എന്താണ് എന്നൊന്ന് പറഞ്ഞ് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. കുഴപ്പമില്ല, അവരുടെ ഇഷ്ടമതകളിലൊക്കെ നമ്മൾക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ആഫ്റ്റർ ഓൾ വി ആർ ഓൾ ഹ്യൂമൻ അല്ലെ? നമ്മളെല്ലാവരും എല്ലാത്തിലും ഒരു മനുഷ്യന്മാരാണ്. അപ്പൊ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? വർക്ക് ചെയ്യുന്ന ജോലി സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അതൊക്കെ ഒന്ന് ഉണ്ടോ എന്നൊക്കെ നോക്കി അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചില പറ്റുന്ന സൊല്യൂഷൻസ് കണ്ടെത്തി നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സസിനെയും മാനേജ് ചെയ്യുക. അതും മാനേജ്മെന്റിൽ വന്നു. ഇതിന്റെ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുക. അപ്പൊ എന്തൊക്കെ മാനേജ് ചെയ്യാനുണ്ട്? ആസ് എ ഹോൾ ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ അഡ്മിനിസ്റ്റർ ചെയ്യണം, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യണം, ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യണം. അതും ഈ പറയുന്ന ഹോസ്പിറ്റലിനകത്ത് ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്നതാണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് എന്ന ഹെഡിങ്ങിൽ ഈ 3 അഡ്മിനിസ്ട്രേഷൻസ് ആണ് വരുന്നത്. അതായത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ, അഡ്മിനിസ്ട്രേഷൻ ഓൺ ദ പാർട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ്. ഈ 3 ക്ലിയർ? അപ്പൊ നമ്മുടെ ഈ ഫസ്റ്റ് പേജ് എന്താണ് എന്താ പറയാ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ്, അത് എത്ര രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ഓരോന്ന് നെയിംസ് ഓഫ് ക്ലാസിഫിക്കേഷൻസും ഒക്കെയാണ് നമ്മൾ ഈ പേജിൽ കണ്ടത്. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇനിയും കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗത്ത് കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഇപ്പൊ ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ മാം. ഹാപ്പി എല്ലാവരും? ഓക്കെ, നമുക്ക് നോട്ടൊന്നും അങ്ങനെയൊന്നുമില്ല. ഇതിങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഞാൻ എന്റെ കാര്യത്തിന് വേണ്ടി, എന്റെ തൃപ്തിക്ക് വേണ്ടി ഞാനിങ്ങനെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ ആണല്ലോ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് പതുക്കെ പരിചയപ്പെട്ടിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് പോകുമ്പോൾ ഇത്രയും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. അതർവൈസ് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു. ഇടയ്ക്ക് വെച്ച് ആരും അൺമ്യൂട്ട് ഒക്കെ ചെയ്യാതെ വരുമ്പോൾ എവറിത്തിങ് വിൽ ബി ഓക്കെ. എനിക്ക് തോന്നുന്നു ഒരു പകുതിയിലധികം പ്രശ്നങ്ങൾ അതിൽ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഇടയ്ക്ക് വെച്ച് അൺമ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ക്ലാരിഫിക്കേഷന്റെ പ്രശ്നം വരിക. അപ്പൊ അതൊന്നും ഇല്ലാതെ അടുത്ത ക്ലാസ്സുകളിൽ ഇരിക്കാനായിട്ട് നോക്കുക. അപ്പൊ ഓക്കെ, എല്ലാവരും നന്നായിട്ട് ഇരിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. താങ്ക് യു മാം. താങ്ക് യു മാഡം. താങ്ക് യു മാം.